Hi, good afternoon. Good afternoon, ma'am. Good afternoon. വായിച്ചിട്ടില്ലേ? വായിച്ചു. നമ്മൾ ഏതെടുത്തിട്ടുണ്ടായിരുന്നു? കേൾക്കാൻ പറ്റുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ലേ? ബ്ലഡ് ഇപ്പൊ ക്ലിയറാ. ബ്ലഡ് കൊയാഗുലേഷൻ മുതലെടുക്കുന്നത്. ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബ്ലഡ് കൊയാഗുലേഷൻ തൊട്ട് എടുക്കാം കേട്ടോ. ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ബ്ലഡ് കൊയാഗുലേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ എക്സാമിന് അങ്ങനെ അതിൻ്റെ അകത്ത് ചോദിക്കാറില്ല ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ബ്ലഡ് കൊയാഗുലേഷൻ നോക്കാം. വെൻ ദർ ഈസ് ആൻ ഇഞ്ചുറി ടു ബ്ലഡ് വെസൽ, ബ്ലഡ് കംസ് ഔട്ട്. ഓക്കെ. അതായത് നമുക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ബ്ലഡ് വെസലിന് എന്തുണ്ടാവും? ഓൾറെഡി ഇഞ്ചുറി ഉണ്ടാവും അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിലായിട്ട് എന്തുണ്ട്? ബ്ലഡ് വെസൽസും ഉണ്ട്. ഓക്കെ. ബ്ലഡ് വെസൽസിന് അപ്പം ഇഞ്ചുറി നമ്മൾക്ക് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിനും ഇഞ്ചുറി സംഭവിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് കംസ് ഔട്ട്, ബ്ലഡ് പുറത്തേക്ക് വരും അല്ലേ? ആൻഡ് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ഇറ്റ് ലോസസ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി. അതായത് ആദ്യം എന്ത് ചെയ്യും? നല്ല പോലെ കൂടുതലായിട്ട് അതിന്റെ നല്ല ഫ്ലൂയിഡ് ആണല്ലേ ബ്ലഡ് എന്ന് പറയുന്നത്. നല്ല ഫ്ലൂയിഡ് ആയ കാരണം തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അങ്ങനെ കാലക്രമേണ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിന്റെ ഒഴുക്ക് കുറയും അല്ലെ? പുറത്തേക്ക് വരുന്നതിന്റെ ബ്ലഡിന്റെ അളവ് കുറയും. അതാണ് പറയുന്നത്. ഇറ്റ് ലോസസ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി, അതിന്റെ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും. ആൻഡ് ഫോംസ് എ റെഡ് കളേർഡ് സെമി സോളിഡ് ജെല്ലി ലൈക്ക് മാസ്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ചുവപ്പ് കളറുള്ള പിന്നെ എന്താണ്, സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ജെല്ലി പോലത്തെ ഒരു ക്ലോട്ട് ഫോം ചെയ്യും. ഓക്കെ. ജെല്ലി പോലത്തെ ഒരു മാസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്ലോട്ട് എന്ന് പറയാ. ദിസ് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലഡ് കൊയാഗുലേഷൻ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ തന്നെ എന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലെ? അപ്പൊ സ്കിന്നിന്റെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്കിന്നിന്റെ അടിയിലേക്ക് ബ്ലഡ് വെസൽസ് പോകും. അപ്പൊ ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി സംഭവിക്കും. അപ്പൊ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് ശരീരത്തിൽ നമ്മുടെ സ്കിന്നിന്റെ പുറത്തേക്ക് വരാൻ തുടങ്ങും. എന്നിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം നല്ല ഫ്ലോയില് ബ്ലഡ് വരും. പിന്നെ അതിന്റെ ഫ്ലൂയിഡിറ്റി കുറയും അല്ലെ? അതിന്റെ ബ്ലഡിന്റെ പുറത്തേക്കുള്ള ഫ്ലോ കുറയും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇഞ്ചുറി സംഭവിച്ച ഭാഗത്ത് ഒരു റെഡ് കളറുള്ള ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ ഒരു
ജെല്ലി ലൈക്ക് മാസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ക്ലോട്ട് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്. ഇങ്ങനെ ക്ലോട്ട് മുറിവുണ്ടായി ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യും അല്ലേ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, ഈ മെക്കാനിസം ബ്ലഡ് കൊയാഗുലേഷന്റെ മെക്കാനിസം ആണ് പറയുന്നത്. അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് കൊയാഗുലേഷൻ എന്താന്ന്. അതിന്റെ ഓരോ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ എന്താ ഉണ്ടാവുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് മെക്കാനിസം ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ ദ ഇഞ്ചുറി ടു ബ്ലഡ് വെസൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് എ റഫ് സർഫസ്. ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒരു റഫ് എന്ന് പറഞ്ഞാൽ എന്താ? പരുത്ത സർഫസ് ഫോം ചെയ്യും അല്ലെ. പരുത്തതായിട്ടുള്ള ഒരു സർഫസ് ഫോം ചെയ്യും. ഇഞ്ചുറി ടു ബ്ലഡ് വെസൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് എ റഫ് സർഫസ്. അതായത് നമുക്ക് ബ്ലഡ് വെസൽസിന്, അതായത് നമ്മുടെ സ്കിന്നിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അടിയിൽ ബ്ലഡ് വെസൽസ് ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ ബ്ലഡ് വെസൽസിനെ എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിന് ഉള്ളിലുള്ള ബ്ലഡ് വെസൽസിൽ അതായത് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് എ റഫ് സർഫസ്. അവിടെ ഒരു റഫ് സർഫസ് ഫോം ചെയ്യും. പരുത്തൊരു പ്രതലം ഫോം ചെയ്യും. ദ പ്ലേറ്റ്ലെറ്റ്സ് വിൽ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ റഫ് സർഫസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റഫ് സർഫസിലേക്ക് ആര് വരും? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് വരും. അതായത് നമ്മുടെ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരിക്കൻ സ്ഥലമായിട്ട് മാറും. റഫായിട്ടുള്ളൊരു സർഫസ് ആയിട്ട് മാറും. അവിടേക്ക് എന്ത് ചെയ്യും? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് വരും. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഈ റഫ് സർഫസും തമ്മിൽ എന്ത് ചെയ്യും? കോണ്ടാക്ട് ആവും അല്ലെ, രണ്ടും. അതായത് ഈ റഫ് സർഫസിലേക്കാണ് ആര് വരുന്നത്? പ്ലേറ്റ്ലെറ്റ് വരുന്നത്. അപ്പൊ പ്ലേറ്റ്ലെറ്റും റഫ് സർഫസും കൂടി കോണ്ടാക്ട് ആവും. They are ruptured and thromboplastin is released. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പ്ലേറ്റ്ലെറ്റ് എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടും. പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ആൻഡ് ത്രോംബോപ്ലാസ്റ്റിൻ ഈസ് റിലീസ്ഡ്. നമ്മുടെ പ്ലേറ്റ്ലെറ്റ് പൊട്ടിയിട്ട് എന്താണ് റിലീസ് ചെയ്യുക? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ആണ് റിലീസ് ചെയ്യുക. അതായത് പ്ലേറ്റ്ലെറ്റ് ഒന്നുകൂടി പറയാം. ഇഞ്ചുറി ഉണ്ടായി, മുറിവുണ്ടായി, ആ സ്ഥലം എന്തായി? പരുക്കനായിട്ടുള്ള റഫ് സർഫസ് ആയിട്ട് മാറി. അവിടേക്ക് ആരാ വരിക? പ്ലേറ്റ്ലെറ്റ് വരും. പ്ലേറ്റ്ലെറ്റും റഫ് സർഫസും കൂടി ഒരു കോണ്ടാക്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ് റപ്ചർ ആവും. റപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടും. പ്ലേറ്റ്ലെറ്റ് പൊട്ടും. എന്നിട്ട് ഈ പ്ലേറ്റ്ലെറ്റ് എന്താ റിലീസ് ചെയ്യുക? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് റിലീസ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ റിലീസ്ഡ് ബൈ ഡാമേജ് ടിഷ്യൂസ്. ഇതെന്ത് ചെയ്യുക? ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഓൾറെഡി ഇവിടെ മുറിവുണ്ടായിട്ടുണ്ട് അല്ലെ. മുറിവുണ്ടായ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾസോ റിലീസ്ഡ് ബൈ ഡാമേജ് ടിഷ്യൂസ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ കോമ്പോണന്റ് എവിടെയാണ് റിലീസ് ചെയ്യുക? ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസിലേക്കാണ് റിലീസ് ചെയ്യുക. ദിസ് ത്രോംബോപ്ലാസ്റ്റിൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുക? കാൽഷ്യത്തിന്റെ പ്രസൻസിൽ അത് ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പ്രോത്രോംബിൻ പ്രസന്റ് ഇൻ ദ ബ്ലഡ് ഇൻടു ആക്റ്റീവ് ത്രോംബിൻ. ഓക്കെ, അതായത് ഈ ത്രോംബോപ്ലാസ്റ്റിൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. ഈ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മൾ പറഞ്ഞു അല്ലെ, പ്ലേറ്റ്ലെറ്റ് റപ്ചർ ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ടായി. ഈ ത്രോംബോപ്ലാസ്റ്റിൻ കാൽഷ്യത്തിന്റെ പ്രസൻസിൽ എന്തായിട്ട് കൺവേർട്ട് ആവും? ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറും. എന്താണ്? ഇനാക്റ്റീവ് പ്രോത്രോംബിൻ. ത്രോംബോപ്ലാസ്റ്റിൻ ഈ പ്ലേറ്റ്ലെറ്റ് റപ്ചർ ചെയ്തിട്ടാണ് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ കാൽഷ്യത്തിന്റെ പ്രസൻസിൽ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ പ്രസന്റ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, ഈ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ പ്രസന്റ് ഇൻ ദ ബ്ലഡ് ഇൻടു, അതായത് നമ്മൾ ഈ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ പിന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറും. ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് മാറും. എന്താണ്? ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് മാറും. അതന്നെയാണ് ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിൻ, അതായത് നമ്മുടെ എന്താ പറയുന്നത്? ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യവും കൂടിയിട്ട് എന്ത് ചെയ്യും? ചേർന്നിട്ട് എന്താവും? ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിൻ ആയിട്ട് മാറും അല്ലെ. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ബ്ലഡിൽ എന്തായിട്ട് മാറും? ത്രോംബിൻ, ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് മാറും. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. പറഞ്ഞതൊന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പറയണ്ടേ? ഓക്കെ ഓക്കെ, ഒന്നുകൂടി പറയാട്ടാ. മെക്കാനിക്സ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മള് മെക്കാനിസം ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റത്തെ എന്താ? സ്റ്റെപ്പ് 1 പറയാം. ഫസ്റ്റത്തെ ഉണ്ടാവുന്നത് നമ്മുടെ ബ്ലഡ് വെസലിന് ഇഞ്ചുറി സംഭവിക്കും. അതായത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ എന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലെ.
സ്കിന്നിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ഓൾറെഡി എന്താവും നമ്മുടെ ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി സംഭവിക്കും. അപ്പൊ ഈ ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ പരുക്കൻ സർഫസ് ആയിട്ട് മാറും, റഫ് സർഫസ് ആയിട്ട് മാറും. ഈ റഫ് സർഫസിലേക്ക് ആര് വരും? പ്ലേറ്റ്ലെറ്റ് വരും. ബ്ലഡിൽ ഓൾറെഡി എന്തുണ്ട്? പ്ലേറ്റ്ലെറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ ഈ റഫ് സർഫസിലേക്ക് വരും. അപ്പൊ പ്ലേറ്റ്ലെറ്റും ഈ റഫ് സർഫസും കൂടി കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ് പൊട്ടും. എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ് പൊട്ടും. റപ്ചർ ആവുക, റപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടുക. എന്നിട്ട് ആൻഡ് ത്രോംബോപ്ലാസ്റ്റിൻ ഈ നമ്മുടെ പ്ലാറ്റ്ലെറ്റ് റപ്ചർ ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ ഇപ്പൊ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ ഓക്കെ. ഇഞ്ചുറി ഉണ്ടായി ബ്ലഡ് വെസല് പൊട്ടിയില്ലേ? ബ്ലഡ് വെസലിൽ നമ്മുടെ സ്കിന്നിൽ ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ബ്ലഡ് വെസലും ഉണ്ട്. അപ്പോൾ ബ്ലഡ് വെസൽസിൽ കൂടെ എന്ത് ചെയ്യും? ബ്ലഡ് വരും അല്ലെ. അപ്പൊ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് ഒരു പരുക്കൻ സർഫസ് ഫോം ചെയ്യും. അവിടേക്ക് ആര് വരും? ബ്ലഡിൽ ഓൾറെഡി എന്തുണ്ട്? പ്ലാറ്റ്ലെറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ പ്ലാറ്റ്ലെറ്റ് ഈ റഫ് സർഫസിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലാറ്റ്ലെറ്റ് റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്യാന്ന് എന്താ? പൊട്ടും. പ്ലാറ്റ്ലെറ്റ് പൊട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? റപ്ചർ ചെയ്തിട്ടൊരു കോമ്പോണന്റിനെ നമ്മുടെ ഈ പ്ലാറ്റ്ലെറ്റ് എന്ത് ചെയ്യും? ഒരു കോമ്പോണന്റിനെ റിലീസ് ചെയ്യും. ആ കോമ്പോണന്റിന്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പൊ ഈ പ്ലാറ്റ്ലെറ്റ് എന്ത് ചെയ്യും? റപ്ചർ ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്? ഇത് എവിടെയാണ് ത്രോംബോപ്ലാസ്റ്റിൻ എവിടെ റിലീസ് ചെയ്യുന്ന? ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് അല്ലെ. ഇഞ്ചുറി സംഭവിച്ച ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ കാൽസ്യത്തിന്റെ കാൽസ്യത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രസൻസ് ഓഫ് കാൽഷ്യം കൺവേർട്ട് ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറും. ഓക്കെ, അതായത് നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യത്തിന്റെ പ്രസൻസിൽ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറും. പ്രസന്റ് ഇൻ ദ ബ്ലഡ് എന്നിട്ട് നമ്മളെ ബ്ലഡ് ഇതെന്ത് ചെയ്യും? എന്നിട്ട് നമ്മുടെ ബ്ലഡിന്റെ ഇത് ഈ ഇനാക്റ്റീവ് പ്രോത്രോംബിൻ പ്രസന്റ് ഇൻ ദ ബ്ലഡ് ഇൻടു ആക്റ്റീവ് ത്രോംബിൻ. എന്നിട്ട് അത് എന്തായിട്ട് മാറും? ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് മാറും. അതായത് നമ്മുടെ പ്രോത്രോംബിൻ കാൽസ്യം അത് ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യുന്നു പറഞ്ഞു. ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം കൂടിയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് മാറും? പ്രോത്രോംബിൻ ആയിട്ട് മാറും എന്ന് പറഞ്ഞു അല്ലെ. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറും. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ പിന്നെ എന്തായിട്ട് മാറും? ത്രോംബിൻ ആയിട്ട് മാറും. ആദ്യം എന്തൊക്കെ ഉണ്ടായത്? നമ്മുടെ ഈ പ്ലാറ്റ്ലെറ്റ് പൊട്ടിയപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടായി. പിന്നെ ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. കാൽസ്യം കൂടി ചേർന്നിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിൻ ആയിട്ട് മാറി. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ എന്തായിട്ട് മാറും? ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ജസ്റ്റ് ഈ ശൃംഖല മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടില്ലേ ഈ സംഭവം, ഇത് അത് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ പിന്നെ ഫസ്റ്റത്തെ ഇത് നോക്കാം. നമ്മുടെ പ്ലാറ്റ്ലെറ്റ് എന്ത് ചെയ്യും? റപ്ചർ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടായത്? ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടായത്. ഈ ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ഉണ്ടായത് അല്ലെ. കാൽസ്യത്തിന്റെ അവിടെ അല്ല ഇനാക്റ്റീവ് വരേണ്ടത്, ഈ പ്രോത്രോംബിന്റെ അടിയിലാണ് ഇനാക്റ്റീവ് വരേണ്ടത് കേട്ടോ. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ആയിട്ട് മാറി. ഇനാക്റ്റീവ് പ്രോത്രോംബിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എന്നിട്ട് ആക്റ്റീവ് ത്രോംബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്ര ഫസ്റ്റത്തെ സ്റ്റേജ് ക്ലിയർ അല്ലേ? സ്റ്റേജ് ക്ലിയർ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്. അപ്പൊ ആക്റ്റീവ് ത്രോംബിൻ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ആക്റ്റീവ് ത്രോംബിൻ കൺവേർട്ട് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ. ആക്റ്റീവ് ത്രോംബിൻ എന്തായിട്ട് മാറും? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജൻ ആയിട്ട് മാറും ഇൻടു ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ്. ഓക്കെ, അതായത് ദ ആക്റ്റീവ് ത്രോംബിൻ കൺവേർട്സ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഇൻടു ഇൻസോലുബിൾ ഫൈബ്രിൻ. അതായത് ആക്റ്റീവ് ത്രോംബിൻ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ആയിട്ട് മാറി. അത് വീണ്ടും എന്തായിട്ട് മാറി? ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ്സ് ആയിട്ട് മാറി. വിച്ച് ഫോം എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. അതൊരു നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ആയിട്ട് മാറി. ഓക്കെ, അതായത് ആക്റ്റീവ് ത്രോംബിൻ എന്തായിട്ട് മാറി? ഫൈബ്രിനോജൻ ആയിട്ട് മാറി അല്ലെ. ആക്റ്റീവ് ത്രോംബിൻ കൺവേർട്സ്. ഓക്കെ, അതാണ് പറയുന്നത്. ആക്റ്റീവ് ത്രോംബിൻ കൺവേർട്സ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ
ഫസ്റ്റ് ഇത് മാത്രം ഈ സ്റ്റെപ്പ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതായത് ആക്റ്റീവ് ത്രോംബിൻ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ആയിട്ട് മാറും. ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ എന്തായിട്ട് മാറും, ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് ആയിട്ട് മാറും. ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് ആയിട്ട് മാറും. ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ആണ്. അതാണ് പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞില്ലേ ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, വിച്ച് ഫോം എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. ഈ ഫൈബ്രിൻ ത്രെഡിന്റെ ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ആക്റ്റീവ് ത്രോംബിൻ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ എന്തായിട്ട് മാറും, ഫൈബ്രിൻ ത്രെഡ് ആയിട്ട് മാറും. ഈ ഫൈബ്രിൻ ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് ആയിട്ട് മാറും അല്ലെ. ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ആണ്. ഇനി സ്റ്റെപ്പ് 3. In the holes of this network of these fibrin threads, the blood gets entangled to form a red colored semi solid jelly like mass. Okay, അതായത് നമ്മൾ ഫൈബ്രിൻ ഇൻ ദ ഹോൾസ് ഓഫ് ദിസ് നെറ്റ്വർക്ക്, ഈ നമ്മുടെ ഈ നെറ്റ്വർക്ക് പോലെ എന്ന് പറഞ്ഞു അല്ലെ. നെറ്റ്വർക്കിൽ എന്തുണ്ട്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെറ്റിൽ എന്തുണ്ട്, ഹോൾസുകൾ ഉണ്ട് അല്ലെ. In the holes of the network of this fibrin thread, the blood cells get entangled. Okay, അതായത് നമ്മൾ പറഞ്ഞ ഒരു നെറ്റ്വർക്ക് പോലെ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്യാപ്പുകൾ ഉണ്ടായില്ലേ. അപ്പൊ ഈ ഗ്യാപ്പിലേക്ക് ബ്ലഡ് വരും. ഗ്യാപ്പിലേക്ക് ബ്ലഡ് വരുമ്പോ എന്ത് ചെയ്യും, ബ്ലഡ് സെൽസ് അവിടെ എൻഡാങ്കിൾഡ് ചെയ്ത് നിൽക്കും. എൻഡാങ്കിൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കുടുങ്ങി നിൽക്കുക. ഓക്കെ, കുടുങ്ങി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു റെഡ് കളറുള്ള സെമി സോളിഡ് ജെല്ലി പോലത്തെ മാസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ക്ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അതായത് ഫൈബ്രിൻ ത്രെഡ്സ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. ഫൈബ്രിൻ ത്രെഡ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ആണ്. നെറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇടയിൽ ഗ്യാപ്പുകൾ വരും അല്ലെ, ഹോൾസ് വരും. ഈ ഹോൾസിലേക്ക് ബ്ലഡ് സെൽസ് വരും. ബ്ലഡ് സെൽസ് ആ ഹോൾസിൽ തങ്ങി നിന്നിട്ട് എൻഡാങ്കിൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുടുങ്ങി നിന്നിട്ട് അവിടെ ഒരു റെഡ് കളേർഡ് ജെല്ലി ലൈക്ക് മാസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ക്ലോട്ട്. അതാണ് ക്ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഇൻക്രീസിങ് ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷൻ അതായത് ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടി സഹായിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ എന്താ പറയുന്നത്, ടെമ്പറേച്ചർ ആണ്. ഫസ്റ്റത്തെ ടെമ്പറേച്ചർ ആണ് പറയുന്നത്. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി എക്സസ് ദാൻ ബോഡി ടെമ്പറേച്ചർ മേ ഇൻക്രീസ് ബ്ലഡ് കൊയാഗുലേഷൻ. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടിയ അന്തരീക്ഷത്തിലെ താപനില നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും സ്ലൈറ്റ്ലി നേരിയ തോതിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ കൂടും. ഓക്കെ, അതാണ് പറയുന്നത് ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി എക്സസ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ നേരിയ തോതിൽ കൂടുതലാണ് എന്തിനേക്കാളും, ദാൻ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ നമ്മുടെ ശരീര താപനിലയേക്കാളും ടെമ്പറേച്ചർ ഓൾറെഡി നമ്മുടെ എൻവയോൺമെന്റിലെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത് എന്തിനു സഹായിക്കുന്നുണ്ട്, ബ്ലഡ് കൊയാഗുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. രണ്ടാമത്തെ എക്സസീവ് സ്ലോനെസ് ഓഫ് ബ്ലഡ് ഫ്ലോ. എക്സസീവ് സ്ലോനെസ് ഓഫ് ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് മെല്ലെയാണ് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാല് എക്സസീവ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള, സ്ലോനെസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സാവധാനത്തിൽ അല്ലെ. അതായത് ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് മെല്ലെയാണ് പുറത്തേക്ക് വരുന്നുള്ളൂ വെച്ചെങ്കിൽ അത് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ബ്ലഡ് കൊയാഗുലേഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് ബ്ലഡ് കൊയാഗുലേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്നേക്ക് വെനം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പാമ്പിന്റെ വിഷാണ് അല്ലെ. സ്നേക്ക് വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ബ്ലഡ് കൊയാഗുലേഷന് കാരണമാവുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പ്രസൻസ് ഓഫ് കാൽഷ്യം സോൾട്ട്. ഓക്കെ, കാൽഷ്യം സോൾട്ട് വേണം നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിൽ കാൽഷ്യം സോൾട്ട് ചേർന്നിട്ടാണ് അല്ലെ, നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിന്റെ കൂടെ കാൽഷ്യം സോൾട്ടും കൂടി ചേർന്നിട്ടാണ് എന്ത്, ഇനാക്റ്റീവ് പ്രോത്രോംബിനായിട്ട് മാറുന്നത്. പ്രോത്രോംബിനാണ് ത്രോംബിനായിട്ട് മാറുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മളെ കാൽഷ്യം സോൾട്ടിന്റെ പ്രസൻസ് നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും, അതായത് നമ്മൾ അനങ്ങാണ്ട് ഒരു ഭാഗത്ത്
എക്സിസ്റ്റ് ചെയ്യണ കണ്ടീഷൻ ആണെങ്കിൽ എന്തുണ്ടാവും, ബ്ലഡ് ക്ലോട്ടിങ് പെട്ടെന്ന് നടക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫാക്ടേഴ്സ് പ്രിവെന്റിങ് ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്ന, തടയുന്ന ഫാക്ടേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ബ്ലഡ് കൊയാഗുലേഷനെ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോണ്ടാക്ട് വിത്ത് സ്മൂത്ത് സർഫസ്, നമ്മുടെ മുറിവ് അതായത് കോണ്ടാക്ട് വിത്ത് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ, നമ്മുടെ ഈ ഇഞ്ചുറി പറ്റിയ ഭാഗം സ്മൂത്ത് സർഫസ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഓയിൽ എന്തെങ്കിലും വാക്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ തേച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, പെട്ടെന്ന് ക്ലോട്ടിങ് നടക്കില്ല. അതാണ് പറയുന്നത്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമ്പർക്കം അല്ലെ. അതായത് കോണ്ടാക്ട് വിത്ത് സ്മൂത്ത് സർഫസിനായിട്ടുള്ള കോണ്ടാക്ട് എന്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കൊയാഗുലേഷനെ തടയുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ലോവറിങ് ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ പെട്ടെന്ന് നടക്കില്ല. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും ബ്ലഡ് കൊയാഗുലേഷൻ പെട്ടെന്ന് നടക്കില്ല. പിന്നെന്താ പറയുന്നത് അടുത്ത പോയിന്റ്, നേരത്തെ ഫസ്റ്റ് പോയിന്റിനോട് അനുബന്ധപ്പെട്ട പോയിന്റിനെ അടുത്ത പറയുന്നത് പ്രസൻസ് ഓഫ് ഗ്രീസി മെറ്റീരിയൽ ലൈക്ക് ഓയിൽ, വാക്സ് ഓർ ഗ്രീസ്. അതായത് നമ്മുടെ ഗ്രീസി മെറ്റീരിയൽ അല്ലെ, അതായത് കൊഴുപ്പുള്ള എന്തെങ്കിലും ഓയിൽ പോലത്തുള്ള മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് ഗ്രീസി മെറ്റീരിയൽ ലൈക്ക് ഓയിൽ, വാക്സ് ഓർ ഗ്രീസ്. ഓയിലിന്റെയോ വാക്സിന്റെയോ ഗ്രീസിന്റെയോ ഒക്കെ പ്രസൻസ് എന്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി എന്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ കെയുടെ കുറവ്, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, കുറവ് അല്ലെ. വൈറ്റമിൻ കെയുടെ കുറവ് നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, കാൽഷ്യം ഡെഫിഷ്യൻസി ഇൻ ദ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിലും അത് നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഡ്രഗിന്റെ ഉപയോഗം ബ്ലഡ് കൊയാഗുലേഷനെ കുറയ്ക്കുന്നുണ്ട്. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ് കേട്ടാ. ഓക്കെ, അതായത് ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗിന്റെ ഉപയോഗം എന്തിനെ കുറയ്ക്കുന്നുണ്ട്, ബ്ലഡ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻ ആണ് എടുക്കാനുള്ളത് അല്ലെ. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻസ് പറയാം നമുക്ക്. ദ നമ്പർ ഓഫ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. അതായത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിൽ കുറേ അധികം പ്രോട്ടീൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ദ നമ്പർ ഓഫ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ബ്ലഡിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ. ദ നമ്പർ ഓഫ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മയിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയാ പറയുന്നത്, സെറം, ആൽബുമിൻ, ഗ്ലോബുലിൻ, സെറം ആൽബുമിൻ, സെറം ഗ്ലോബുലിൻ, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പ്ലാസ്മ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണ്. പ്ലാസ്മ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാ പറയുന്നത്, സെറം ആൽബുമിൻ, സെറം ഗ്ലോബുലിൻ, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അന്ന് സെറം വെട്ടാൻ പറഞ്ഞു തോന്നുന്നു. സെറം കട്ട് ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞു. സെറം ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നോട്ടില്. അപ്പൊ അത് വേണ്ട. ആൽബുമിൻ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ മതി. ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്.
പ്ലാസ്മ പ്രോട്ടീൻ മെയിൻറ്റെയിൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി ബ്ലഡ്. ബ്ലഡിന്റെ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിന്റെ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തുന്നുണ്ട്. ആൻഡ് ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദി ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഓഫ് ദി ബോഡി. അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് എന്താ ചെയ്യുന്നത്? രക്തത്തിന്റെ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെന്താ പറയുന്നത്? ശരീരത്തിന്റെ നമ്മുടെ ടിഷ്യൂ ഉണ്ടാവുമല്ലോ, ടിഷ്യൂവിലും ബ്ലഡും തമ്മിലുള്ള ഒരു ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷനെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ടിഷ്യൂവും ബ്ലഡും തമ്മിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫ്ലൂയിഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ടിഷ്യൂവും ബ്ലഡും തമ്മിലുള്ള ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷനെ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഹെൽപ്പ് ഇൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. റെഗുലേറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലൂയിഡ്. റെഗുലേറ്റിംഗ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് വിതരണം ചെയ്യുക അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ അതാണ് പറയുന്നത്. ആരൊക്കെ തമ്മിലുള്ള? ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ടിഷ്യൂസും പിന്നെന്താണ് ബ്ലഡും തമ്മിലുള്ള ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷനെ നിയന്ത്രിക്കും കൂടി ചെയ്യാണ് ആര് ചെയ്യുന്നത്? പ്ലാസ്മ പ്രോട്ടീൻസ് ചെയ്യുന്നത്. ആ പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ ആർ എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്. നമ്മുടെ പ്രോത്രോംബിൻ ആയാലും ഫൈബ്രിനോജൻ ആയാലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഏത് പ്രോസസ്സിന്? ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് നമുക്ക് പ്രോത്രോംബിനും ഫൈബ്രിനോജനും വളരെ അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. പ്ലാസ്മ പ്രോട്ടീൻസ് മെയിൻലി. പ്ലാസ്മ പ്രോട്ടീൻസിലെ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മൾ ഏതൊക്കെ വരിക എന്ന് പറഞ്ഞു അല്ലെ. ആൽബുമിൻ വരുന്നുണ്ട്, ഗ്ലോബുലിൻ വരുന്നുണ്ട്, പ്രോത്രോംബിൻ വരുന്നുണ്ട്, ഫൈബ്രിനോജൻ വരുന്നുണ്ട്. ഇതൊക്കെ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസിന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ആരുടെ കാര്യം? ഗ്ലോബുലിന്റെ കാര്യമാണ് പറയുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ് മെയിൻലി ഗ്ലോബുലിൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് വിസ്കോസിറ്റി ഓഫ് ദി ബ്ലഡ്. ഓക്കെ. മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഗ്ലോബുലിൻസ് ആണ്. ഓക്കെ. അതാണ് പറയുന്നത്. വിച്ച് അൾട്ടിമേറ്റ്ലി മെയിൻറ്റെയിൻസ് ദ ബ്ലഡ് പ്രഷർ. അതായത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മാത്രമല്ല, അത് വിസ്കോസിറ്റി മാത്രമല്ല, പിന്നെന്താണ്? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും കൂടി ചെയ്യുന്നത് ആരാണ്? ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അതാണ് പറയുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ് മെയിൻലി ഗ്ലോബുലിൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻ വിസ്കോസിറ്റി ഓഫ് ദി ബ്ലഡ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിന്റെ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വിച്ച് അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആത്യന്തികമായി എന്നൊക്കെ പറയില്ലേ. മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആര്? മെയിൻ ആയിട്ട് ഗ്ലോബുലിൻ. ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ പ്ലാസ്മ പ്രോട്ടീൻ ആക്ട് ആസ് എ ബഫർ. പ്ലാസ്മ പ്രോട്ടീൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മെയിൻറ്റെയിൻ ആസിഡ് ബേസ് ബാലൻസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലെ ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബഫർ എന്തിനെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബോഡിയിലെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആക്ട് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രോട്ടീൻസിന്റെ ഒരു സ്റ്റോർ ഹൗസ്, സംഭരണശാലയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻ ആക്ട് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് പ്രോട്ടീൻസിന്റെ ഒരു സ്റ്റോർ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രം വിച്ച് ദ ടിഷ്യൂസ് ക്യാൻ ഡ്രോ പ്രോട്ടീൻസ് ഡ്യൂറിങ് ഇൻഅഡിക്വേറ്റ് പ്രോട്ടീൻ ഡയറ്റ്. ഓക്കെ. അതായത് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മുടെ പ്രോട്ടീൻസിന്റെ ഒരു സംഭരണശാല, കലവറയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഫ്രം വിച്ച് ദ ടിഷ്യൂസ് ക്യാൻ ഡ്രോ പ്രോട്ടീൻ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. എങ്ങനെ? ഡ്യൂറിങ് ഇൻഅഡിക്വേറ്റ് പ്രോട്ടീൻ ഡയറ്റ്. നമ്മൾ ഫുഡിൽ കൂടെ നമുക്ക് വേണ്ടത്ര പ്രോട്ടീൻ കിട്ടാത്ത സമയത്ത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് ടിഷ്യൂസ് എന്തിനെ കളക്ട് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ കളക്ട് ചെയ്യുന്നത്. അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ ഒരു കലവറയാണ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ടിഷ്യൂസ്, നമുക്ക് ഫുഡിൽ കൂടെ വേണ്ടത്ര പ്രോട്ടീൻസ് കിട്ടാത്ത സമയത്ത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് നമ്മുടെ ടിഷ്യൂസ് പ്രോട്ടീൻസിനെ ഡ്രോ ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലെ. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് കമ്പൈൻ വിത്ത് സർട്ടീൻ സബ്സ്റ്റൻസസ്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ചില സബ്സ്റ്റൻസിനായിട്ട് കമ്പൈൻ ചെയ്യും. ആൻഡ് വിത്ത് സർട്ടീൻ സബ്സ്റ്റൻസ്, പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ചില പ്ലാസ്മ പ്രോട്ടീൻസ് കമ്പൈൻ വിത്ത് സർട്ടീൻ സബ്സ്റ്റൻസ്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ചില സബ്സ്റ്റൻസിനായിട്ട് കമ്പൈൻ ചെയ്യും. കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? കിട്ടുന്നുണ്ട്, കേൾക്കാം. ഓക്കെ. പ്ലാസ്മ പ്രോട്ടീൻസ് കമ്പൈൻ വിത്ത് സർട്ടൈൻ സബ്സ്റ്റൻസ്. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസും വേറെ സബ്സ്റ്റൻസിനായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ടു ക്യാരി ദം ഇൻ ടു ബ്ലഡ് സ്ട്രീം. എന്നിട്ട് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? മറ്റുള്ള സബ്സ്റ്റൻസിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കും? നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കും. ബ്ലഡ് സ്ട്രീമിലേക്ക്. ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ ഒഴുക്ക് അല്ലെ, സർക്കുലേഷനിലേക്ക് എത്തിക്കും. അതാണ് പറയുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ് കമ്പൈൻ വിത്ത് സർട്ടൈൻ സബ്സ്റ്റൻസ്. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് മറ്റുള്ള സബ്സ്റ്റൻസിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂടിച്ചേർന്നിട്ട് അല്ലെ, ഹെൽപ്പ് ടു ക്യാരി ദം ഇൻ ടു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സബ്സ്റ്റൻസിനെ, മറ്റുള്ള ഈ സർട്ടൈൻ സബ്സ്റ്റൻസിനെയും കൂടി എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ്. ഡ്രഗിനായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ് ആൻഡ് ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്. ഓക്കെ, അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ്. ഡ്രഗിന്റെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഡ്രഗിന്റെ ബൈൻഡിങ്ങിന് വേണ്ടി, ബൈൻഡ് ചെയ്യാന്ന് എന്താ? കൂട്ടിച്ചേർന്ന് നിൽക്കുക അല്ലെ, കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ്. ഡ്രഗിന്റെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡ്രഗിന്റെ ബൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നത് എങ്ങനെയാ? ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പൊ മരുന്ന്, ഇപ്പൊ നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് ബൈൻഡിങ്ങിന് എങ്ങനെ സഹായിക്കുക വെച്ചെങ്കിൽ, ഇപ്പൊ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ള ഒരു ഡ്രഗ് ആണ്. അതായത് 1 മണിക്കൂർ ആ ഡ്രഗിന്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ ഈ പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മളെ ഈ ബൈൻഡ് ചെയ്ത്, ഡ്രഗിന്റെ ബൈൻഡിങ് പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മുടെ ഡ്രഗിനായിട്ട് ചേർന്നിട്ട് അതിന്റെ ആക്ടിവിറ്റി നടക്കേണ്ട സമയം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്. ഡ്രഗിന്റെ ആക്ഷൻ നടക്കുന്ന സമയം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, സാധാരണ ഉള്ള നിലയെക്കാളും കുറച്ചും കൂടി അതിന്റെ ആക്ഷൻ നടക്കുന്ന സമയം അല്ലെ, സമയം കൂട്ടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? പ്ലാസ്മ പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ്. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഡ്രഗിനായിട്ടുള്ള ബൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്. ഡ്രഗിന്റെ ആക്ഷന്റെ ഡ്യൂറേഷൻ കൂട്ടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്ലാസ്മ ഗ്ലോബുലിൻസ്. പ്ലാസ്മ ഗ്ലോബുലിൻസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആന്റിബോഡീസ്. പ്ലാസ്മ ഗ്ലോബുലിൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നമ്മുടെ ആന്റിബോഡീസിന്റെ ഫോർമേഷൻ അല്ലെ, ഫോം ചെയ്യാൻ എന്താ? രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ, ആന്റിബോഡീസ് രൂപപ്പെടുത്തുന്നുണ്ട് അല്ലെ. പ്ലാസ്മ ഗ്ലോബുലിൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നമ്മുടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വിച്ച് ഗീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. അതായത് നമുക്ക് ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലെ. അതായത് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ പ്ലാസ്മ ഗ്ലോബുലിൻസ് നമുക്ക് ആന്റിബോഡീസ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഫോം ചെയ്യുന്ന ആന്റിബോഡീസ് നമ്മളെ എന്തെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ്. നമ്മൾ ഇന്നലെ ഇതുവരെ എടുത്തുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലഡ് കൊയാഗുലേഷൻ വരെയുള്ള ബ്ലഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കൊയാഗുലേഷൻ അല്ലേ? Dash is the fluid remaining after formation of clot. Options പറയാം: globulin, albumin, blood serum, thrombosis. blood serum അല്ലേ? Next question പറയാം: the number of proteins present in the blood plasma are called dash. ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് പറയാം: prothrombin, plasma protein, serum albumin, serum globulin. Plasma protein.
പ്ലാസ്മ പ്രോട്ടീൻ. ഓക്കെ, ഇത്ര തന്നെയാണ് പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമ്മളിപ്പോ പ്ലാസ്മ പ്രോട്ടീൻസിന് ആ ഫസ്റ്റത്തെ പോർഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്, ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ABO blood group system was discovered by Carl Landsteiner in 1900 അല്ലേ? കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതായത് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാ? ഡിസ്കവർ ചെയ്യാൻ കണ്ടുപിടിച്ചത് അല്ലെ? കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റീനർ എന്ന് പറഞ്ഞ ആളാണ്. ഏത് വർഷത്തിലാണ്? 1900. ഓക്കെ, അതായത് 1900 കാൾ ലാൻഡ്സ്റ്റീനർ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതിലുള്ള ഓരോ ടേംസും നമുക്ക് നോക്കാം. ബ്ലഡ് ഡോണർ എന്താണ്? ബ്ലഡ് റെസിപ്പിയന്റ് എന്താണ്? യൂണിവേഴ്സൽ ഡോണർ എന്താണ്? യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, ബ്ലഡ് ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഗീവ്സ് ഓർ ഡൊണേറ്റ്സ് ദ ബ്ലഡ് ടു അനദർ പേഴ്സൺ ഈസ് നോൺ ആസ് ബ്ലഡ് ഡോണർ. ബ്ലഡ് ഡോണർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, ബ്ലഡ് ദാനം ചെയ്യുന്ന ആളാണ് അല്ലെ? ഓക്കെ, ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാനം ചെയ്യും. ഓക്കെ, അതായത് ഒരു വ്യക്തി ഹൂ ഗീവ്സ് അതായത് ഒരു വ്യക്തി മറ്റൊരാൾക്ക് ബ്ലഡ് നൽകുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്ന പേഴ്സൺ ആണ്. ഓക്കെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ബ്ലഡ് നൽകുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്ന ആ വ്യക്തിനെയാണ് നമ്മൾ ബ്ലഡ് ഡോണർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ബ്ലഡ് ഡോണറിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? റെസിപ്പിയന്റ് എന്ന് പറയുന്നത് അല്ലെ? എ പേഴ്സൺ ഓക്കെ, എ പേഴ്സൺ ഹു റിക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യപ്പെടുക, ഓർ ആക്സെപ്റ്റ് സ്വീകരിക്കുക. പേഴ്സൺ ഹു റിക്വയേഴ്സ് ഓർ ആക്സെപ്റ്റ് ദ ബ്ലഡ് ഫ്രം അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് ആവശ്യപ്പെടുകയോ ബ്ലഡ് സ്വീകരിക്കുകയോ ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ആക്സെപ്റ്റർ അല്ലെങ്കിൽ ബ്ലഡ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ എന്താണെന്ന് പറയാം. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ അതായത് എ പേഴ്സൺ ഹു ഡൊണേറ്റ്സ് ദ ബ്ലഡ് ടു ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്. അതായത് ഒരു വ്യക്തിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ഏത് ഗ്രൂപ്പിലുള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. നമ്മൾ സാർവിക ദാതാവ് എന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത്. എല്ലാത്തരം രക്തഗ്രൂപ്പുകളിലേക്കും രക്തം ദാനം ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാർവിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, എല്ലാത്തരം രക്തഗ്രൂപ്പുകളിലേക്കും രക്തം ദാനം ചെയ്യാൻ പറ്റുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സാർവിക ദാതാവ് എന്ന് പറയും. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ആക്സെപ്റ്റർ ആണ് അല്ലെ? അതായത് എ പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദ ബ്ലഡ് ഫ്രം ഓൾ ദി അതർ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അതായത് എ പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദ ബ്ലഡ് ഫ്രം ഓൾ ദി അതർ ബ്ലഡ് ഗ്രൂപ്പ്. മറ്റുള്ള എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയാം. ഓക്കെ, അതായത് എല്ലാ ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കാം. അതായത് എ ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയാം അല്ലെ? എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഇതിൽ പറയുന്നില്ലല്ലോ. എന്താടാ? നെഗറ്റീവ് ഗ്രൂപ്പുകളുടെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ.
നെഗറ്റീവ് ഒന്നും പറയുന്നില്ല. ശരിക്കും നമ്മുടെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ ഇവര് O എന്നാണ് കൊടുത്തിരിക്കുന്നത്. O നെഗറ്റീവ് ആണ് നമുക്ക് ശരിക്കും യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതുപോലെ പോസിറ്റീവ് അതായത് ഇപ്പൊ പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് RH ഘടകം അനുസരിച്ചാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയാം. അറിയാലോ, അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് മാത്രമേ ഇവരതിന് പോസിറ്റീവും നെഗറ്റീവും ഒന്നും പറയില്ല. നിങ്ങളുടെ സിലബസ് പ്രകാരം ജസ്റ്റ് ആ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, ഏതൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും, ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ ബോക്സിൽ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. എ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാർക്ക് ആരിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എ ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. ഈ എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എ ഗ്രൂപ്പുകാർക്കും പറ്റും, AB ഗ്രൂപ്പുകാർക്കും പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബി ഗ്രൂപ്പാണ്. ബി ഗ്രൂപ്പുകാർക്ക് ആരിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? ബി ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. ഈ ബി ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, പിന്നെന്താണ് AB ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പാണ്. AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് AB ബ്ലഡ് ഉള്ള ഒരാൾക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? എ ഗ്രൂപ്പിൽ നിന്നും, ബി ഗ്രൂപ്പിൽ നിന്നും, AB ഗ്രൂപ്പിൽ നിന്നും, O ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. AB ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും? AB ഗ്രൂപ്പുള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പുള്ള ഒരാൾക്ക് O ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റുക. O ഗ്രൂപ്പുള്ള ആൾക്ക് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റൂ അല്ലെ. എ ഗ്രൂപ്പിനും, ബി ഗ്രൂപ്പിനും, AB ഗ്രൂപ്പിനും, O ഗ്രൂപ്പിനൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതിൽ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ആരെയാണ്? O ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പാണ്? AB ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് AB ഗ്രൂപ്പും O ഗ്രൂപ്പ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡോണറുമാണ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് RH ഫാക്ടർ ആണ് എടുക്കാനുള്ളത്. ഇറ്റ് ഈസ് ആൻ അഗ്ലൂട്ടിനോജൻ. അഗ്ലൂട്ടിനോജൻ എന്ന് പറഞ്ഞാൽ ആന്റിജൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് ആൻ ആന്റിജൻ ഓഫ് റീസസ് മങ്കി. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റീസസ് കുരങ്ങ് എന്ന് പറഞ്ഞ ഒരു ഇനം കുരങ്ങാണ്. റീസസ് മങ്കി. ഈ റീസസ് മങ്കി എന്ന് പറഞ്ഞ ഈ മങ്കിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ആന്റിജൻ കണ്ടുപിടിച്ചത്. ആദ്യമായിട്ട് ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്ലൂട്ടിനോജൻ അല്ലെ. ഇറ്റ് ഈസ് ആൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഒരു ആന്റിജൻ ആണ് അല്ലെ. റീസസ് മങ്കിയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ആന്റിജൻ കണ്ടുപിടിച്ചത് എവിടെയാണ്? റീസസ് കുരങ്ങുകളിലാണ്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ഓക്കെ. about 80% to 90% more antigen on the membranes of RBC called RH antigen or rhesus factor. അതായത് ഒന്നുകൂടി പറയാം കേട്ടോ. അതായത് നമ്മൾ ആദ്യമായിട്ട് ഈ ആന്റിജൻ കണ്ടുപിടിച്ചത് നമ്മുടെ റീസസ് മങ്കിയിലാണ് കണ്ടുപിടിച്ചത്. പിന്നെന്താണ്? apart from ആന്റിജൻ എ, ആന്റിജൻ ബി, about ഏകദേശം 80% തൊട്ടിട്ട് 90% പ്യൂപ്പിളിലും എന്തുണ്ട്? ഒന്നോ ഒന്നിലധികമോ ആന്റിജൻസ് ഓൺ ദ മെംബ്രെയിൻസ് ഓഫ് ദി RBCയുടെ മെംബ്രെയിനിൽ നമ്മുടെ ഓരോ മനുഷ്യന്മാരിലും ഒരു 80% തൊട്ടിട്ട് 90% വരെയുള്ള ആൾക്കാരിലും RBCയുടെ മെംബ്രെയിനിൽ ഒന്നോ ഒന്നിലധികമോ ആന്റിജൻസ് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ RH ആന്റിജൻ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഈ ആൾക്കാരിലെ മെംബ്രെയിനിലുള്ള RBCയുടെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒന്നിലധികമോ അതായത് പറയുന്ന 1 or more ആന്റിജൻസ് അല്ലെ. അതായത് ഒന്നോ ഒന്നിലധികമോ ആന്റിജൻസ് എവിടെ പ്രസന്റ് ആണ്? ആൾക്കാരിൽ ഒരു 80% തൊട്ട് 90% വരെയുള്ള ആൾക്കാരിലും
അതിന്റെ RBCയുടെ മെംബ്രെയിൻസിൽ ഒന്നോ ഒന്നിലധികമോ ആന്റിജൻസ് പ്രസന്റ് ആണ്. ഇതിനെയാണ് RH ആന്റിജൻ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? RH ഫാക്ടർ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ആന്റിജൻ എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. If the RH factor is present in the person, അതായത് RH factor പേഴ്സൺ വ്യക്തികളിൽ പ്രസന്റ് ആണെങ്കിൽ, ബ്ലഡിൽ പ്രസന്റ് ആണെങ്കിൽ, then the blood group is described as RH positive. അതായത് ഒരു വ്യക്തിയിലെ അതിന്റെ ബ്ലഡില് RH ഘടകം, RH ഗ്രൂപ്പ് ഉണ്ട് വെച്ചെങ്കിൽ അതാ പറയുന്നത്. ഇഫ് RH factor present in the person blood, then blood group is described as RH positive. അതായത് ഒരു വ്യക്തിയുടെ ബ്ലഡില് RH ഫാക്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ RH പോസിറ്റീവ് എന്നും, RH ഫാക്ടർ ഇല്ല, അതായത് ആന്റിജൻ ഇല്ല എങ്കിൽ അതിനെ RH നെഗറ്റീവ് എന്നാണ് പറയാം. ഓക്കെ. If RH factor is present in the person's blood, then the blood group is described as RH positive. ഒരു വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പിൽ RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ ആ വ്യക്തിനെ RH പോസിറ്റീവ്, ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ RH പോസിറ്റീവ് എന്നും. If RH factor is absent in the person's blood, then blood group is described as RH negative. വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പില് ബ്ലഡിൽ RH ഫാക്ടർ ഇല്ല എങ്കിൽ, ഓക്കെ, RH ഫാക്ടർ ആബ്സെന്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ RH നെഗറ്റീവ് എന്നും പറയുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ത്രോംബോസിസ് ആണ് എടുക്കാനുള്ളത്. Thrombosis നോക്കാം. The process of formation of blood clot inside the blood vessel which may block the blood circulation known as blood thrombosis. അതായത് എന്താ? The process of formation of blood clot. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട് എവിടെ? ഇൻസൈഡ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിന്റെ ഉൾഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിന്റെ ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്ലഡിന്റെ ക്ലോട്ട് ബ്ലഡ് വെസലിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്ലഡ് സർക്കുലേഷൻ അത് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണമാവും അല്ലെ? ഇങ്ങനെ ക്ലോട്ട് നമ്മുടെ ബ്ലഡ് വെസലിൽ ഇങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ത്രോംബോസിസ് എന്ന് പറയാം. ഓക്കെ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ബ്ലഡ് ക്ലോട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബ്ലോക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈസ് നോൺ ആസ് ത്രോംബോസിസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എംബോളിസം ചെയ്യുന്നതാണ്. ക്ലോട്ട് തന്നെ ആയിരിക്കും. ഒന്നുകൂടി നോക്കട്ടെ. എംബോളിസം ക്ലോട്ട് തന്നെയാണ്. എംബോളിസം എന്താ? ബ്ലഡ് ക്ലോട്ട് തന്നെയാണ് കേട്ടോ. എംബോളിസം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എംബോളസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. അതായത് നമ്മൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബ്ലഡിൽ എന്ത് ഫോം ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും അല്ലെ? അപ്പൊ ഇത് എന്തിനെ ബ്ലോക്ക് ചെയ്യും? വിച്ച് ബ്ലോക്ക് ദി ബ്ലഡ് സർക്കുലേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് ത്രോംബോസിസ് എവിടെ ഉണ്ടാവുന്നത്? ബ്ലഡ് വെസലിലാണ്. ഈ എംബോളിസം എവിടെ നടക്കുന്നത്? ബ്ലഡ് സ്ട്രീമിലാണ് അല്ലെ? അപ്പൊ ബ്ലഡ് സ്ട്രീമിൽ എന്ത് ചെയ്യും? ബ്ലഡിന്റെ ക്ലോട്ട് അല്ലെങ്കിൽ എംബോളസ് ഫോം ചെയ്യും. എംബോളസ് ഫോം ചെയ്യും. അപ്പൊ എംബോളസ് ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ ഫോം ചെയ്യണതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും?
നമ്മുടെ ബ്ലഡിന്റെ Blood circulation സർക്കുലേഷൻ block ആവും. ബ്ലോക്ക് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയും? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? Embolism. എംബോളിസം ക്ലിയർ ആയില്ലേ? Clear. ഓക്കെ. ഫാഗോസൈറ്റോസിസ് എന്താണ്? ഫാഗോസൈറ്റോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? മൈക്രോ ഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ? ദ പ്രോസസ് ഇൻ വിച്ച് സെൽ എൻഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു വെക്കുക. ഓക്കെ. ഓർ ഇൻജസ്റ്റ് ദ മൈക്രോബ്സ് ഫോറിൻ പാർട്ടിക്കിൾസ് ആൻഡ് ഡൈജസ്റ്റ് ഓർ ഡിസ്ട്രോയ് ദം വിത്തിൻ ദ സെൽ. അതായത് ഒരു സെല്ലില് അതായത് വിത്തിൻ ദ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലിൽ എന്താ പ്രോസസ് വിത്ത് സെൽ എൻഗൾഫ്. സെൽ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസത്തിനെയോ ഫോറിൻ പാർട്ടിക്കിൾസിനെയോ എന്ത് ചെയ്യുക? എൻഗൾഫ് ചെയ്യുക. അതായത് പിടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ വിഴുങ്ങോ നശിപ്പിച്ച് കളയുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ ഫാഗോസൈറ്റോസിസ് എവിടെ വെച്ചിട്ട് നടക്കുന്നത്? വിത്തിൻ ദ സെല്ലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെമോലൈസിസ് ആണ്. ഹെമോലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് RBC ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെമോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ. RBC ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹെമോലൈസിസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫൈബ്രിനോലൈസിസ് ആണ്. ഫൈബ്രിനോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫൈബ്രിൻ ത്രെഡ്സ്. ഓക്കെ. The process of breakdown of fibrin threads within the cloth by the action of proteolytic enzyme is known as fibrinolysis. അതായത് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫൈബ്രിൻ ത്രെഡ് ഉണ്ടായിട്ട് ആ ഫൈബ്രിൻ ത്രെഡിന് എന്ത് സംഭവിക്കും? പൊട്ടലുണ്ടാവും അല്ലെ? ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് പറയുന്നത് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫൈബ്രിൻ ത്രെഡ് വിത്തിൻ ദ ക്ലോത്ത്. ക്ലോട്ടിൽ വെച്ചിട്ട് ക്ലോട്ട് ഫോം ചെയ്തിട്ട് ആ ക്ലോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഫൈബ്രിൻ ത്രെഡ്സിന് എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് എന്തിന്റെ ഫലമായിട്ടാ? ബൈ ദ ആക്ഷൻ ഓഫ് പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ ഫലമായിട്ട്. ഓക്കെ. അതായത് ഇപ്പൊ നമുക്ക് ഇഞ്ചുറി ഉണ്ടായി, അവിടെ ഫൈബ്രിൻ ത്രെഡ് ഒക്കെ ഉണ്ടായി. ഇത്ര ഫൈബ്രിൻ ത്രെഡിന്റെ ഇടയിൽ എന്ത് വരും? നമ്മുടെ ബ്ലഡിന്റെ ബ്ലഡ് പ്രോട്ടീൻസ് ഒക്കെ വന്നിട്ട് അവിടെ ക്ലോട്ട് ഫോം ചെയ്തു അല്ലെ? അപ്പൊ ഈ ക്ലോട്ടിൽ നിന്നും ഫൈബ്രിൻ ത്രെഡ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെ? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഫൈബ്രിൻ ത്രെഡ് മാത്രം എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. ഇങ്ങനെ ഫൈബ്രിൻ ത്രെഡ് പൊട്ടി പോകുന്നത് ആരുടെ ആക്ഷന്റെ ഫലമായിട്ടാണ്? പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ ആക്ഷന്റെ ഫലമായിട്ടാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ABO blood group system was discovered by dash. Options പറയാം. ഗാലൻ, കാൾ ലാൻസ്റ്റീനർ, അരിസ്റ്റോട്ടിൽ, പ്ലിങ്കിയേറ്റർ. കാൾ ലാൻസ്റ്റീനർ. Okay. A person who gives or donates the blood to another person is known as dash. Options പറയാം. Universal acceptor, blood donor, blood acceptor, universal donor. Blood donor. Blood donor. Okay. A person who requires or accepts the blood from another person is known as dash. Options പറയാം. Universal acceptor, blood donor, blood acceptor, universal donor. Blood acceptor. Blood acceptor. Okay. A person who donates the blood to all types of blood group is known as dash. Universal acceptor, blood donor, universal donor, blood acceptor. Universal donor. Okay. A person who accepts the blood from all other blood group is known as dash. Options പറയാം. Blood acceptor, universal donor, universal acceptor, blood donor. Universal acceptor. The process of formation of blood clot inside the blood vessel which may block the blood circulation is known as dash. Options പറയാം. Thrombosis, embolism, phagocytosis, hemolysis. Thrombosis. Thrombosis.
The process of formation of embolus in the bloodstream which blocks the blood circulation is known as dash. Options പറയാം fibrinolysis, thrombosis, embolism, hemolysis. Embolism. Embolism. The process in which the cell engulfs or ingests the microbes, foreign particles and digest or destroys them within the cell is called dash. Options പറയാം phagocytosis, embolism, fibrinolysis, hemolysis. Phagocytosis. Phagocytosis, okay. The breakdown of RBC is called dash. Options പറയാം embolism, phagocytosis, hemolysis, thrombosis. Hemolysis. Hemolysis. The process of breakdown of fibrin threads within the clot by the action of proteolytic enzymes is known as dash. Options പറയാം fibrinolysis, hemolysis, phagocytosis, thrombosis. Fibrinolysis. Fibrinolysis, okay. നമുക്ക് ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് നോക്കാം. ഓക്കെ, ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് ഓഫ് ബ്ലഡ് നമുക്ക് നോക്കാം. അനീമിയ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അനീമിയനെ കുറിച്ചിട്ടാണ് അല്ലെ. അനീമിയ മീൻസ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് RBC ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ RBCയുടെ അളവ് കുറയുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. അതായത് ബ്ലഡിലെ RBCയുടെ അളവ് കുറയുകയോ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയോ ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് അനീമിയ എന്ന് പറയുന്നത് അല്ലെ. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്ലഡിൽ RBCയുടെ അളവ് കുറയുകയോ പിന്നെന്താ പറയുന്നത് ബ്ലഡിൽ തന്നെ ഹീമോഗ്ലോബിന്റെ പെർസെൻറ്റേജ് കുറയുകയോ ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക, കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അനീമിയ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പറയുന്നത് അല്ലെ. എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ്, കൂടുതലായിട്ട് ബ്ലഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ, അതാ പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മുറിവോ പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് ബ്ലഡ് കൂടുതലായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫെയിലിയർ ഓഫ് ഫംഗ്ഷൻ ഓഫ് റെഡ് ബോൺ മാരോ ടു പ്രൊഡ്യൂസ് RBC. അതായത് നമ്മുടെ റെഡ് ബോൺ മാരോ ആണ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതില് ശരിക്കും നമ്മുടെ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതില് നമ്മുടെ റെഡ് ബോൺ മാരോയില് റെഡ് ബോൺ മാരോ ശരിയായ രീതിയിൽ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല വെച്ചെങ്കിൽ നമുക്ക് എന്തുണ്ടാവും അനീമിയ ഉണ്ടാവും അല്ലെ. ഫെയിലിയർ ഓഫ് ഫംഗ്ഷൻ ഓഫ് RBC, അതായത് നമ്മുടെ റെഡ് ബോൺ മാരോന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് RBC ഫോർമേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ നിറവേറ്റുന്നതിൽ നമ്മുടെ റെഡ് ബോൺ മാരോ ശരിക്കും ഫംഗ്ഷൻ നിറവേറ്റുന്നില്ല എങ്കിൽ അതായത് RBC ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. തേർഡ് പോയിന്റ് നോക്കിയേ, ഡിസ്ട്രക്ഷൻ ഓഫ് RBC ബൈ ഹെമോലൈസിസ്. ഹെമോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി നമ്മുടെ RBCക്ക് ഡിസ്ട്രക്ഷൻ നാശം സംഭവിച്ചു എങ്കിലും നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. പിന്നെന്താ പറയുന്നത് ഹെമോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി RBCക്ക് ഡിസ്ട്രക്ഷൻ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ബോഡിയിലെ അയണിന്റെ കുറവുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. പിന്നെന്താണ് ഡിഫക്റ്റീവ് ഫോർമേഷൻ ഓഫ് RBC. ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഫോൾട്ട് അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ശരിയായ RBC അല്ല, ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള RBC അല്ല നമ്മുടെ റെഡ് ബോൺ മാരോ പ്രൊഡ്യൂസ് ചെയ്തത് എങ്കിലും നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. ഡിഫക്റ്റീവ് ഫോർമേഷൻ ഓഫ്, അതായത് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ RBC ഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ തെറ്റുകൾ സംഭവിച്ചു എങ്കിലും നമുക്ക് എന്തുണ്ടാവാം അനീമിയ ഉണ്ടാവാം. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ടൈപ്സ് ഓഫ് അനീമിയ ആണ് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അനീമിയ ഉണ്ട് എന്നാണ് പറയുന്നത്. പെർനീഷ്യസ് അനീമിയ ഉണ്ട്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, പിന്നെ മൈക്രോസൈറ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ. അങ്ങനെ മെയിൻ ആയിട്ട് 5 തരത്തിലുള്ള അനീമിയ ആണുള്ളത്. ഏതൊക്കെയാണ്? പെർനീഷ്യസ് അനീമിയ വരുന്നുണ്ട്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരുന്നുണ്ട്, മൈക്രോസൈറ്റിക് അനീമിയ വരുന്നുണ്ട്, പിന്നെ സിക്കിൾ സെൽ അനീമിയ വരുന്നുണ്ട്, അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പോളിസൈത്തീമിയ ആണ് നോക്കാനുള്ളത്.
പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ അബ്നോർമൽ ഇൻക്രീസ് ഇൻ RBCs ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ആരുണ്ടായി കഴിഞ്ഞാൽ RBC ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് മീൻസ് ആൻ അബ്നോർമൽ ഇൻക്രീസ് ഇൻ RBCs ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ സാധാ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ടുള്ള അളവിൽ RBC ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. In this case, the skin and the mucous membrane of the mouth are red and conjunctiva is also red. അതായത് നമുക്ക് ഈ പോളിസൈത്തീമിയ ഉണ്ടാവുന്ന കണ്ടീഷനാണ് പറയുന്നത്. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്ലഡിൽ RBC നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കൂടിയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ അല്ലെ. പോളിസൈത്തീമിയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനും മൗത്തും ഓക്കെ അതാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത് നമ്മുടെ വായയുടെ ഭാഗത്തുള്ള സ്കിന്നും സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത് സ്കിന്നും നമ്മുടെ മൗത്തിന്റെ മ്യൂക്കസ് മെംബ്രെയിനും ഒക്കെ എന്തായിട്ട് കളറായിട്ട് മാറും, റെഡ്. പിന്നെ റെഡ് ആയിട്ട് മാറും. നമ്മുടെ കണ്ണിലത്തെ കൺജക്റ്റൈവ എന്തായിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. ഓക്കെ, നമ്മുടെ ഈ എന്താ പറയുന്നത് പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൂടുതലായിട്ട് RBC നമ്മുടെ ബ്ലഡിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, പോളിസൈത്തീമിയ എന്ന് പറയുന്നത് അല്ലെ. പോളിസൈത്തീമിയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്തായിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. സ്കിന്ന് മാത്രമല്ല മൗത്തിലുള്ള മ്യൂക്കസ് മെംബ്രെയിനും അല്ലെ, മൗത്തിലുള്ള മ്യൂക്കസ് മെംബ്രെയിനും റെഡ് കളറായിട്ട് മാറും. പിന്നെ നമ്മുടെ കൺജക്റ്റൈവ എന്ത് കളറായിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലുക്കീമിയ ആണ്. ലുക്കീമിയ മീൻസ് അൺകൺട്രോൾഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് WBC ഇൻ ദ ബ്ലഡ്. ഓക്കെ, അതായത് നമ്മുടെ അൺകൺട്രോൾഡ്, അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അളവില് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബ്ലഡിലെ WBC എന്ന് എന്താ, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ. അതായത് വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് നമ്മൾ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ലൂക്കോസൈറ്റ്സ് ആ പേരിൽ തന്നെ എന്താണ്, ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ലൂക്കോസൈറ്റ്സിന്റെ അളവ് കൂടുതൽ അല്ലെ. ലുക്കീമിയ മീൻസ് അൺകൺട്രോൾഡ് ഇൻക്രീസ് ഇൻ, അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അളവ് കൂടുക. ഓക്കെ, ഇൻക്രീസ് അതാ പറയുന്നത് അൺകൺട്രോൾഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് WBC ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ കൂടുതലായിട്ടുള്ള അളവിലുള്ള WBC ഫോം ചെയ്യുക അല്ലെങ്കിൽ ലുക്കോസൈറ്റ്സ് ഫോം ചെയ്യുക. ഈ കണ്ടീഷനാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത്. ഈ ലുക്കീമിയ നമ്മൾ വേറൊരു പേരിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്, ക്യാൻസർ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ക്യാൻസർ എന്നും കൂടിയാണ് എന്തറിയപ്പെടുന്നത്, ലുക്കീമിയ അറിയപ്പെടുന്നത്. ഓക്കെ, ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഓഫ് ബ്ലഡ് എന്നാണ് എന്തറിയപ്പെടുന്നത്, ലുക്കീമിയ അറിയപ്പെടുന്നത്. കോസസ്, ഈ ലുക്കീമിയ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. അയോണൈസിങ് റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്റേസ്, അതായത് നമ്മുടെ എക്സ്റേകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് അല്ലെ. റേഡിയേഷൻസ് നമ്മൾ പറയാ, എക്സ്റേ നമ്മൾ എടുക്കുമ്പോൾ അധികം ആൾക്കാരൊന്നും റൂമിലേക്ക് പ്രവേശിപ്പിക്കില്ല അല്ലെ. കാരണം എന്താ, അതിലെ റേസ് നമുക്ക് ഭയങ്കര അപകടമാണ് അല്ലെ. അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതായത് അയോണൈസിങ് റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്റേകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണൈസിങ് റേഡിയേഷൻസ് എക്സ്റേ എടുക്കുമ്പോൾ എന്തുണ്ടാവും, റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ റേഡിയേഷൻസ് എന്തിന് കാരണമാവാം, ലുക്കീമിയക്ക് കാരണമാവാം. പിന്നെന്താ പറയുന്നത്, സം കെമിക്കൽസ് കോസ് ദ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ വൈറ്റ് സെൽ പ്രിക്കർസർ, അതായത് വൈറ്റ് സെൽ ഫോർമേഷനിൽ ഉണ്ടാവുന്ന ജനറ്റിക് ചേഞ്ചസ് ആണ് പറയുന്നത്. ഓക്കെ, അതായത് വൈറ്റ് സെൽ ഫോർമേഷനിൽ ഉണ്ടാവുന്ന ജനറ്റിക് ചേഞ്ചസ് ആണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, അതായത് രണ്ടാമത്തെ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് സം കെമിക്കൽസ് കോസ് ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ വൈറ്റ് സെൽ പ്രിക്കർസർ. അതൊന്നുമില്ല, എന്താണ് നമ്മുടെ വൈറ്റ് സെൽ, അതായത് വൈറ്റ് സെൽ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വൈറ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്, WBC ആണ് അല്ലെ. അതിലുണ്ടാവുന്ന ജനറ്റിക് ചേഞ്ചസ് എന്തിന് കാരണമാവാം, ലുക്കീമിയക്ക് കാരണമാവാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ലൂക്കോപീനിയ. ഈ ഡിസീസുകൾ നോക്കിക്കോളൂ കേട്ടാ. ഇപ്പൊ കോസസ് ഒന്നും പഠിക്കണ്ട. ഇതിലിപ്പോ നമ്മൾ പറയില്ലേ, ലുക്കീമിയ എന്താണ്, ലൂക്കോപീനിയ എന്താണ്, ലൂക്കോസൈറ്റോസിസ് എന്താണ്, പിന്നെന്താണ് പോളിസൈത്തീമിയ എന്താണ്, അനീമിയ എന്താണ്, അങ്ങനത്തെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ, അതുപോലെ ഹീമോഫീലിയ എന്താണ്, ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ നന്നായി പഠിച്ചോളൂ കേട്ടാ. ഓക്കെ,
Next, leukopenia. Leukopenia means the condition in which there is a decrease in number of WBC below 4000 bar mm³ of blood. ഓക്കെ, അതായത് ലൂക്കോപീനിയ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടീഷനാ? ദർ ഈസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് WBC കുറയുന്ന കണ്ടീഷൻ ആണ് അല്ലെ. അതായത് ഒരു ലിമിറ്റ് പറയുന്നുണ്ട് അല്ലെ. അതായത് WBC 4000 ബാർ MM³ ഓഫ് ബ്ലഡിനേക്കാളും കുറവായ കണ്ടീഷനിലാണ് നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ലൂക്കോപീനിയ. WBCയുടെ അളവ് സാധാരണ 4000 ബാർ MM³ ഓഫ് ബ്ലഡിനേക്കാളും കുറവുള്ള കണ്ടീഷനിലാണ് നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ലൂക്കോപീനിയ ഉണ്ടെന്ന് പറയും. അതാണ് പറയുന്നത് ലൂക്കോപീനിയ മീൻസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് WBC. WBCയുടെ അളവ് കുറയുന്ന കണ്ടീഷൻ ആണ് അല്ലെ ലൂക്കോപീനിയ എന്ന് പറയുന്നത്. എത്രയിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൂക്കോപീനിയ ഉണ്ടെന്ന് പറയാം. 4000 ബാർ MM³ ഓഫ് ബ്ലഡിനേക്കാളും നമ്മുടെ WBCയുടെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ലൂക്കോപീനിയ ഉണ്ട് എന്ന് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലൂക്കോസൈറ്റോസിസ് ആണ്. ലൂക്കോസൈറ്റോസിസ് This is a condition in which the number of circulating leukocytes increase in the blood circulation. Leukocytosis എന്ന് പറഞ്ഞാൽ this is a condition in which ഇതൊരു കണ്ടീഷൻ ആണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? The number of circulating leukocytes. ഓക്കെ, അതായത് നമ്മുടെ ഈ സർക്കുലേറ്റിംഗ് ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്ലഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൂക്കോസൈറ്റ്സിന്റെ എണ്ണം അല്ലെ ഇൻക്രീസസ് ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ. അതായത് ഇൻക്രീസസ് ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ, അതായത് സർക്കുലേറ്റിംഗ് ലൂക്കോസൈറ്റ്സിന്റെ എണ്ണം ബ്ലഡ് സർക്കുലേഷനിൽ കൂടിയ കണ്ടീഷൻ. അതായത് എന്താ? ഓൾറെഡി പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലെ ലൂക്കോസൈറ്റ്സിന്റെ എണ്ണം കൂടിയ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയാ? ലൂക്കോസൈറ്റോസിസ് എന്ന് പറയാം. ലൂക്കോസൈറ്റോസിസ്. This is a condition in which the number of circulating leukocytes, അതായത് സർക്കുലേറ്റിംഗ് ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലൂക്കോസൈറ്റ്സ് അല്ലെ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷനിൽ ലൂക്കോസൈറ്റ്സിന്റെ അളവ് കൂടി കഴിഞ്ഞാലാണ് നമ്മൾ എന്തെന്ന് പറയാ? ലൂക്കോസൈറ്റോസിസ് എന്ന് പറയാം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹീമോഫീലിയ ആണ് പറയുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലീഡിംഗ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഈവൻ വിത്ത് എ മൈനർ ഇഞ്ചുറി ഓർ കട്ട്. ഓക്കെ, അതായത് ഈ കണ്ടീഷനിൽ എന്തുണ്ടാവുക? ഇൻ വിച്ച് ബ്ലീഡിംഗ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി, അതായത് തുടർച്ചയായിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ അതാണ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലീഡിംഗ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഈവൻ വിത്ത് എ മൈനർ ഇഞ്ചുറി ഓർ കട്ട്. ചെറിയൊരു മുറിവോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുമ്പോഴേക്കും ബ്ലഡ് ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട്. അതായത് ഈ കേസിൽ എന്തുണ്ടാവില്ല? ബ്ലഡ് എന്ത് ഫോം ചെയ്യില്ല? ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഉണ്ടാക്കില്ല. ഇൻ ദിസ് കേസ് ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട്. ഈ കേസിൽ ബ്ലഡിൽ എന്തുണ്ടാവില്ല? ക്ലോട്ട് ഫോം ചെയ്യില്ല അല്ലെ. ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മുറിവുണ്ടായ ഭാഗത്ത് എന്ത് വേണം? ക്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. എന്നാലാണ് ബ്ലഡ് പോകുന്നത് തടയുള്ളൂ. പക്ഷെങ്കിൽ ഇങ്ങനെ ഹീമോഫീലിയ ഉള്ള ഒരു പേഷ്യന്റിൽ ബ്ലഡ് എന്ത് ചെയ്യില്ല? ക്ലോട്ട് ആവില്ല. തേർഡ് പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി ഡിസീസ്. പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാണ്. വിച്ച് ടേൺസ് ഇൻ ദ ഫാമിലീസ്. ഇത് ഫാമിലിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നതാണ്. അതൊരു ഡിസീസ് കണ്ടീഷൻ ആണ് അല്ലെ. ഇറ്റ് മീൻസ് ഇത് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കണ്ട. It means the death of the fetus due to mass of destruction of its red cells when their Rh negative blood happens to receive rhesus antibodies from the blood of mother. അതായത് നമ്മുടെ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡി അതാ പറയുന്നത്. ഇറ്റ് മീൻസ് ദ ഡെത്ത് ഓഫ് ദ ഫീച്ചസ്. ഇത് കുട്ടിക്ക് ഡെത്ത് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത് അല്ലെ. എന്തിന്റെ ഫലമായിട്ടാ? മാസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇറ്റ്സ് റെഡ് സെൽസ്. ഇതിന്റെ RBC എന്ത് ചെയ്യും?
കൂടുതലായിട്ട് എന്ത് ചെയ്യും നശിച്ചു പോകും. അതായത് ഇവരുടെ RBC എന്ത് ചെയ്യും കൂടുതലായിട്ട് നശിച്ചു പോകും. എങ്ങനെ? when their RH negative blood happen to receive the rhesus antibodies. Okay, when their RH negative blood happens to receive rhesus antibodies from the blood of the mother. അതായത് നമ്മുടെ അമ്മയുടെ രക്തത്തിൽ നിന്ന് RH രക്തം നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ റീസസ് ആന്റിബോഡി സ്വീകരിക്കുമ്പോൾ റെഡ് സെൽസ് എന്ത് ചെയ്യും നശിക്കും. ഓക്കെ, അപ്പൊ അത് കാരണം നമ്മുടെ കുട്ടിക്ക് എന്ത് ചെയ്യും മരണം സംഭവിക്കും. ഓക്കെ, അതായത് നമ്മുടെ RH നെഗറ്റീവ് അമ്മയ്ക്ക് അതിൽ നിന്നും ആന്റിബോഡീസ് ഈ RH നെഗറ്റീവ് അമ്മയിൽ നിന്നും ആന്റിബോഡീസ് എവിടേക്ക് പോവും? കുട്ടിയിലേക്ക് പോവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും ഇത് എന്തിന് കുട്ടിയിലുള്ള റെഡ് സെൽസ് നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. RH നെഗറ്റീവ് ഉള്ള അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ആന്റിബോഡീസ് പോവും. ഓക്കെ, കുട്ടിയിലേക്ക് ആന്റിബോഡീസ് പോയി കഴിഞ്ഞാൽ ഇത് കുട്ടിയിലെ എന്ത് ചെയ്യും റെഡ് സെല്ല് നശിക്കാനുള്ള കാരണമാവും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ pregnant woman with RH negative blood bear and RH positive baby. അതായത് ഒരു അമ്മ RH നെഗറ്റീവ് ഉള്ള അമ്മ കുട്ടിയുടെ RH നെഗറ്റീവ് ഉള്ള അമ്മയും ആ അമ്മയുടെ ക്യാരി ചെയ്യുന്ന കുട്ടി എന്ന് പറയുന്നത് ഏത് കുട്ടിയാ? RH പോസിറ്റീവ് ഉള്ള ബേബിയാണ് അല്ലെ. ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ വഹിക്കുക. ഓക്കെ, RH നെഗറ്റീവ് ഉള്ള അമ്മ RH പോസിറ്റീവ് ഉള്ള ബേബീനെ വഹിക്കുമ്പോ ബേബിയാണ് കേട്ടാ. ബേബിയാണ് കേട്ടാ. RH നെഗറ്റീവ് ഉള്ള അമ്മ, കുട്ടി എന്താണ് RH പോസിറ്റീവ് ആണ്. അമ്മ RH നെഗറ്റീവും കുട്ടി എന്താണ് RH പോസിറ്റീവ് ആണ്. ഓക്കെ, അതായത് അവരുടെ നമ്മൾ പറഞ്ഞു അല്ലെ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയുന്നത് എന്താണ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള RH ഘടകം അനുസരിച്ചാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയാം അല്ലെ. അതായത് നമ്മുടെ ബ്ലഡില് RH ഫാക്ടർ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും RH പോസിറ്റീവ് എന്നും RH ഫാക്ടർ ഇല്ല വെച്ചെങ്കിൽ അത് RH നെഗറ്റീവ് എന്നും പറയുന്നത് അല്ലെ. ഓക്കെ, അതായത് അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. പ്രഗ്നന്റ് ആണ് അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആണെങ്കിൽ ആദ്യത്തെ കാലഘട്ടത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസിയുടെ അവസാനത്തെ സമയത്ത്, ബിക്കോസ് അറ്റ് ദിസ് സ്റ്റേജ് ദർ ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോണിക് ലൈഫ് ഓഫ് ദി ചൈൽഡ്. അതായത് കുട്ടിക്ക് എന്ത് ചെയ്യും എംബ്രിയോണിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അതായത് കുട്ടി പുറത്തേക്ക് വരാനുള്ള ഒരു ഇതുണ്ടാവില്ലേ. ലാസ്റ്റ് സമയമാകുമ്പോൾ എന്തുണ്ടാവും? സ്റ്റേജ് ദർ ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോണിക് ലൈഫ് ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ എംബ്രിയോണിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? ദ RH പോസിറ്റീവ് റെഡ് ബ്ലഡ് സെൽസ് ഓഫ് ദ ബേബി പാസ് ഇൻ ടു ദി ബ്ലഡ് ഓഫ് ദി മദർ. അതായത് കുട്ടിയിൽ നിന്ന് ബ്ലഡ് അമ്മയിലേക്കും പോവും. എന്ത് ചെയ്യും? അമ്മയിൽ നിന്ന് ബ്ലഡ് കുട്ടിയിലേക്കും പോകും അല്ലെ. അതാണ് പറയുന്നത് ദ RH പോസിറ്റീവ് റെഡ് ബ്ലഡ് സെൽസ് ഓഫ് ദ ബേബി. കുട്ടിയിലുള്ള RH പോസിറ്റീവ് ബ്ലഡ് സെൽസ് ഓഫ് ദ ബേബി പാസ് ഇൻ ടു ദി ബ്ലഡ് ഓഫ് ദ മദർ. കുട്ടിയിലുള്ള RH പോസിറ്റീവ് ഘടകം ആരിലേക്ക് വരും? അമ്മയിലേക്ക് വരും. ഹു റിയാക്ട് ബൈ പ്രൊഡ്യൂസിങ് റീസസ് ആന്റിബോഡീസ്. അങ്ങനെ എന്ത് ചെയ്യും? റീസസ് ആന്റിബോഡീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഫീച്ചർ പാസ് ബാക്ക് ഇൻ ടു ദി ബ്ലഡ് ഓഫ് ഫീച്ചർ. അമ്മയിലേക്ക് വന്നിട്ട് അതെന്ത് ചെയ്യും? കുട്ടിയിലേക്ക് വീണ്ടും RH പോസിറ്റീവ് ഉള്ള ബ്ലഡ് അമ്മയിലേക്കും വരും. അമ്മയിലുള്ള RH നെഗറ്റീവ് ബ്ലഡ് കുട്ടിയിലേക്കും പോകും അല്ലെ. As a result of this, RBCs of the child get destroyed. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കുട്ടിയിലുള്ള RBC എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അതായത് ഡിസ്ട്രോയ് ചെയ്യാൻ എന്താ? നശിച്ചു പോകും അല്ലെ. അതാ പറയുന്നത്. As a result of this, the RBCs of the child get destroyed both before and after birth. അതായത് കുട്ടി ജനിക്കുന്നതിനേക്കാളും മുൻപും RBC നശിച്ചു പോകും. കുട്ടി ജനിച്ചതിന് ശേഷം ഓൾറെഡി കുട്ടിയുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെ. RH നെഗറ്റീവ് RH പോസിറ്റീവ് ഉള്ള കുട്ടിയിലേക്ക് RH നെഗറ്റീവ് എത്തിയിട്ടുണ്ട് അല്ലെ. അത് കാരണം നമ്മുടെ ജനനത്തിന് ശേഷവും മുൻപും കുട്ടിയിലുള്ള RBC എന്ത് ചെയ്തു പോവും? ഡിസ്ട്രോയ് ചെയ്തു പോവും. ദിസ് ലീഡ്സ് ടു ഡെത്ത് ഓഫ് ദ ഫീച്ചേഴ്സ്. ഇതെന്തിന് കാരണമാവും? കുട്ടിയുടെ മരണത്തിന് കാരണമാവും. ദിസ് കണ്ടീഷൻ കോൾഡ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ?
നമ്മളെ ക്വസ്റ്റ്യൻസ് ഏതുവരെ പറഞ്ഞായിരുന്നു? എംബോളിസം വരെ പറഞ്ഞു. എംബോളിസം വരെ പറഞ്ഞായിരുന്നു അല്ലേ? ഫൈബ്രിനോളിസിസ് വരെ പറഞ്ഞു. ഫൈബ്രിനോളൈസിസ് വരെ പറഞ്ഞു അല്ലേ? ഡാഷ് മീൻസ് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഡാഷ് മീൻസ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് RBCs ഇൻ ദ ബ്ലഡ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ഓക്കെ, അതെന്താ പറയുന്നത് എന്നുള്ളത് ഓപ്ഷൻസ് പറയാം. ലുക്കോപീനിയ, അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, ത്രോംബോസൈറ്റോപീനിയ. അനീമിയ. Dash means an abnormal increase in RBCs in the blood. Options പറയാം. polycythemia, anemia, leukopenia, thrombocytopenia. ഏതാണ്? പോളിസൈത്തീമിയ. polycythemia. Dash means uncontrolled increase in production of WBC in the blood. Options പറയാം. leukopenia, leukemia, leukocytosis, polycythemia. ലുക്കീമിയ. Leukemia. Okay. Leukemia is also called as dash. Options പറയാം. cancer of WBC, cancer of erythrocytes, cancer of leukocytes, cancer of blood. Cancer of blood. Cancer of blood. Dash means the condition in which there is a decrease in number of WBCs below 4000 per mm cube of blood. Options Leukopenia. Hemophilia, leukemia, leukopenia, none of above. ഏതാണ്? Leukopenia. Leukopenia. Dash is a condition in which the number of circulating leukocytes increases in the blood circulation. Leukocytosis. Leukocytosis. Okay. Dash is a condition in which bleeding occurs continuously even with a minor injury or a cut. Options പറയാം. leukocytosis, leukopenia, leukemia, hemophilia. 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 നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. പഠിച്ചു പോകുന്നില്ല എല്ലാരും ഒപ്പം? പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ. അനാട്ടമി കുഴപ്പമില്ലല്ലോ? എളുപ്പല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. ആദ്യം ഒരു ചെറിയ ടഫായിരുന്നു, കാരണം എല്ലാ ടേംസുകളും ഒരുപോലെയല്ലേ. ഒരുപോലെയാണ്. ഇപ്പൊ കുഴപ്പമില്ല. റിവിഷൻ നടത്തിയപ്പോ എളുപ്പമുണ്ട്. ഓക്കെ. ഇതിപ്പോ പെട്ടെന്ന് കഴിയാൻ പറ്റുമോ? ഒത്തിരി എല്ലാം കൂടി എങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? മാക്സിമം നമ്മൾ പറ്റണ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മളിപ്പോ ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ ഒന്നൊരു ചാപ്റ്റർ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. അതെ അതെ. പക്ഷെ ഇങ്ങനെ എടുക്കുന്നത് എളുപ്പമാവും, കാരണം ക്വസ്റ്റ്യൻസ് പറഞ്ഞ് പോകുമ്പോ എളുപ്പം പെട്ടെന്ന് തീരുന്നുണ്ട്. സമയമില്ലല്ലോ. ഇപ്പൊ നമ്മൾ എത്ര ചാപ്റ്റർ? 5 ചാപ്റ്റർ ആയില്ലേ? 5 ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ? എക്സാമിന്റെ ഡേറ്റ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മാസം ഉണ്ടാവോ അതോ അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഗ്നസിയും കൂടി തീരില്ലല്ലോ. അപ്പൊ അടുത്ത മാസം ഫസ്റ്റ് ആണോ? ഫസ്റ്റ് ആയിട്ടായിരിക്കണം. കോഗ്നസി തീർന്നിട്ട് അതല്ലേ നല്ലത്, അല്ലെങ്കിൽ പിന്നെ കോഗ്നസി മാത്രം ഒന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അല്ല, കോഗ്നസി വേണം ഞങ്ങൾക്ക്, കാരണം കോഗ്നസി ഒന്നും ഓർമ്മയില്ല. അപ്പൊ നോക്കിയാൽ പോലും അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു.
പിന്നെ ഒരു ബാച്ചിന് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് എക്സാം നടത്താന്നുള്ളതാണ്. ഒരു ബാച്ചിന് കോഗ്നോസി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടി അവർക്ക് അത് നിങ്ങൾ ഒരുമിച്ച് തന്നെ എടുക്കുള്ളൂ. നിങ്ങൾക്കും കൂടി ആകുമ്പോ കുറച്ചും കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പൊ രണ്ടും എടുത്തിട്ട് ഒന്നും കൂടി റിവിഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി നോക്കിയിട്ട് എക്സാം നടത്തുള്ളൂ. അല്ല അന്നേരം നമുക്ക് ഈ ഇതിന്റെ പിന്നെ അനാട്ടമി നമുക്ക് ഈ 2 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമോ? നോക്കണം. അതാണ്. അപ്പൊ പിന്നെ അതും കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? അടുത്ത മാസം ഫസ്റ്റില് തോന്നുന്നില്ല. സെക്കൻഡ് വീക്ക് ഒക്കെ എന്തായാലും അടുത്ത മാസം ആയിരിക്കും അല്ലേ? ഈ മാസം എന്തായാലും ഉണ്ടാവത്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. സർക്കുലേറ്ററി സിസ്റ്റം എടുക്കാം നമുക്ക്. എടുത്തില്ലേ? സർക്കുലേറ്ററി സിസ്റ്റം എടുത്തില്ലേ? എല്ലാവരും കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. The continuous flow of blood throughout the human body is known as blood circulation. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുടനീളം ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. കണ്ടിന്യൂസ് ഫ്ലോ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ അല്ലേ? The blood is circulated throughout the body by heart and blood vessels. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കൂടെ ബ്ലഡ് നമ്മൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ ഹേർട്ട്? അതായത് ദ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ശരീരത്തിലുടനീളം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതിനാ വേണ്ടിയിട്ട് ആരാ സഹായിക്കുന്നത്? ബൈ ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസും ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് വഴിയാണ് നമ്മുടെ ശരീരത്തിലുടനീളം ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെയിൻസ് ആണ് അല്ലെ. ദ വെസൽസ് വിച്ച് കളക്ട് ദ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെസൽസ്, അതായത് വെയിൻ എന്ന് പറയുന്നത് എന്താ? ഒരു വെസലാണ് അല്ലെ. ഈ വെസൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്യുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. ആൻഡ് എംപ്റ്റി ദെയർ കണ്ടന്റ്സ് ഇൻ ടു ദി ഹേർട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബ്ലഡ് വ്യത്യസ്തത നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് അത് എവിടേക്ക് എത്തിക്കുന്നത്? ഹേർട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിൻ. ഓക്കെ, ഇത് ഈ വെയിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വെസൽസ് ആണ് അല്ലെ. ഈ വെസൽസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ചിട്ട് ഈ ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ഹേർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇങ്ങനത്തെ ഈ നമ്മുടെ ബ്ലഡ് ബോഡിയിൽ നിന്നും ബ്ലഡിനെ സ്വീകരിച്ചിട്ട് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ഇങ്ങനത്തെ വെസൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വെയിൻസ്. ഓക്കെ, വെയിൻ എന്താന്ന് ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആർട്ടറീസ് ആണ്. ആർട്ടറീസ് ദ വെസൽസ് വിച്ച് സപ്ലൈ ദ ബ്ലഡ് ഫ്രം ഹേർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ വെസൽസ്. ഈ ആർട്ടറീസ് എന്ന് പറഞ്ഞ വെസൽസ് എന്താ ചെയ്യുന്നത്? വിച്ച് സപ്ലൈ ദ ബ്ലഡ് ഫ്രം ഹേർട്ട് ടു, അതായത് ഹേർട്ടിൽ നിന്നും വരുന്ന ബ്ലഡിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ആർട്ടറീസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഹേർട്ടിൽ നിന്നും നമ്മുടെ എന്ത് ചെയ്തു? വെയിൻസ് എന്ത് ചെയ്തു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ചിട്ട് എവിടേക്ക് എത്തിച്ചു? ഹേർട്ടിലേക്ക് എത്തിച്ചു അല്ലെ. എന്നിട്ട് ഹേർട്ടിൽ നിന്നും വരുന്ന ബ്ലഡിനെ സ്വീകരിച്ചിട്ട് ഹേർട്ടിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാ? അത് ആർട്ടറീസ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആർട്ടീരിയോൾസ് ആണ്. ആർട്ടീരിയോൾസ് the smaller branches of arteries which distribute the blood to different parts of the body are known as arterioles. The small branches of arteries. Okay, അതായത് നമ്മുടെ ആർട്ടറീസിന്റെ ചെറിയ ചെറിയ ശാഖകൾ അല്ലെ, ചെറിയ ബ്രാഞ്ചസ് ആണ്. which distribute the blood to different parts of the body. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടറീസിന്റെ ചെറിയ സ്മോൾ ബ്രാഞ്ചസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ആർട്ടീരിയോൾസ് എന്ന് പറയുന്നത്. ആർട്ടറീസിന്റെ ചെറിയ ബ്രാഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടീരിയോൾസ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ആർട്ടീരിയോൾസ് ചെയ്യുന്നത്. ആർട്ടറീസിലുള്ള ചെറിയ ബ്രാഞ്ചസ് ആണ് ആർട്ടീരിയോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ആർട്ടീരിയോൾസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ.
ഓക്കെ. നെക്സ്റ്റ് വെന്യൂൾസ് ആണ് പറയുന്നത്. വെന്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? when several capillaries unite to form small veins. ഓക്കെ. ചെറിയ ചെറിയ ധാരാളം കാപ്പിലറീസ്, ചെറിയ ചെറിയ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസ് അല്ലെ, ആ ചെറിയ ചെറിയ കാപ്പിലറീസ് ചേർന്നിട്ട് ഒന്ന് യുണൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സ്മോൾ വെയിൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ സ്മോൾ വെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെന്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. ധാരാളം കാപ്പിലറീസ് ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്നിട്ട്, ഓക്കെ, അതായത് വെൻ സെവറൽ കാപ്പിലറീസ്, ധാരാളം കാപ്പിലറീസ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ചെറിയ വെയിൻ ആയിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെന്യൂൾസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് എന്താ നോക്കാം. കാപ്പിലറീസ് ആർ വെരി സ്മോൾ, ചെറുതും, എന്താ? കനം കുറഞ്ഞതും അല്ലെ, തടി കുറഞ്ഞതും, ചെറുതാണ്, തിന്നാണ്. തിൻ വെസൽസ് വിച്ച് മേക്ക് കണക്റ്റീവ് ലിങ്ക് ബിറ്റ്വീൻ ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസ്. ഓക്കെ. കണക്റ്റീവ് ലിങ്ക് ബിറ്റ്വീൻ ആർട്ടീരിയോൾസും വെന്യൂൾസും ചേർന്നിട്ടുള്ള, ആർട്ടീരിയോൾസും വെന്യൂൾസും കൂടി ചേർന്നിട്ടുള്ള ഒരു കണക്റ്റീവ് ലിങ്ക് ആണ് എന്തെന്ന് പറയുന്നത്? കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഈ കാപ്പിലറീസ് വളരെ ചെറുതുമാണ്, തിൻ വെസലും ആണ്. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വെരി സ്മോൾ, വളരെ ചെറുതുമാണ്, തിന്നായിട്ടുള്ള വെസലും ആണ്. വിച്ച് മേക്ക് കണക്റ്റീവ് ലിങ്ക്. ഇത് എങ്ങനെ ഉണ്ടാക്കി? ഈ കാപ്പിലറീസ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ലിങ്ക് ബിറ്റ്വീൻ ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസ്. ആർട്ടീരിയോൾസും വെന്യൂൾസും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? കാപ്പിലറീസ് ഉണ്ടായിരിക്കുന്നത്. ആർട്ടീരിയോൾസും വെന്യൂൾസും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? കാപ്പിലറീസ് ഉണ്ടായിരിക്കുന്നത്. ഈ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതുമാണ്, തിന്നുമാണ്. ഓക്കെ. കാപ്പിലറീസ് ക്ലിയർ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻസ് നോക്കട്ടാ. The vessels which collect blood from different parts of the body and empty their contents into the heart are called dash. Options പറയാം. Arterioles, arteries, veins, venules. വെയിൻസ്. Veins. Okay. The vessels which supply the blood from heart to different parts of the body are called dash. Options പറയാം. Arterioles, veins, arteries, venules. ആർട്ടറീസ്. Arteries. The smaller branches of arteries which distribute the blood to different parts of the body are known as dash. Options: venules, arterioles, capillary, veins. Arterioles. Arterioles. When several capillaries unite to form small veins, these are called dash. Options പറയാം. Arteries, venules, arterioles, veins. Venules. Venules. Okay. Dash are very small, thin vessels which make connective link between arterioles and venules. Options പറയാം. Veins, capillaries, arterioles, arteries. കാപ്പിലറീസ്. Capillaries. Okay. നമ്മുടെ ഹേർട്ടിന്റെ വേരിയസ് പാർട്സ് ഓഫ് ഹേർട്ട് ആണ് എടുക്കാനുള്ളത്. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇനി വേരിയസ് പാർട്സ് ഓഫ് നോക്കാം. The interior of heart is divided into right and left side. പിക്ചർ കണ്ടോന്ന് കൊടുക്കാം.
the interior of heart is divided into right and left side by a vertical septum. Okay, ഒരു vertical septum. Septum കണ്ടില്ലേ നിങ്ങള്? സെപ്റ്റത്തിന്റെ സ്പെല്ലിംഗ് കൊടുത്തേക്കണം തെറ്റാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങള്? സെപ്റ്റം കണ്ടില്ലേ? അതായത് ഇന്റീരിയർ ഓഫ് ഹേർട്ട് ഈസ് ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്. റൈറ്റിനെയും ലെഫ്റ്റ് സൈഡിനെയും കൂടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു വെർട്ടിക്കൽ സെപ്റ്റം ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കുലർ സെപ്റ്റമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ദ ഇന്റീരിയർ ഓഫ് ഹേർട്ട് ഈസ് ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ബൈ എ വെർട്ടിക്കൽ സെപ്റ്റം. ഒരു വെർട്ടിക്കൽ സെപ്റ്റം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് സൈഡിനെയും നമ്മുടെ ഹേർട്ടിന്റെ റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു വെർട്ടിക്കൽ സെപ്റ്റം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ സെപ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം കണ്ടില്ലേ? പിക്ചറിൽ നിങ്ങൾ കണ്ടില്ലേ? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ. സെപ്റ്റം എന്ന് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ അല്ലെ. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ആണത്. ക്ലിയർ അല്ലേ അത്? ഈച്ച് സൈഡ്, ഓരോ സൈഡിനെയും ആദ്യം നമ്മൾ രണ്ട് സൈഡിനെയും റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സൈഡിനെയും നമ്മൾ അപ്പർ ആൻഡ് ലോവർ ചേംബേഴ്സ് ബൈ ദ വാൽസ്. ഇതിന്റെ വാൽസുകൾ അല്ലെ, വാൽവുകൾ കണ്ടില്ലേ? ഇതിന്റെ നടുഭാഗത്ത് എന്തുണ്ട്? വാൽവുകൾ ഉണ്ട് അല്ലെ. ട്രൈക്കസ്പിഡ് വാൽവും ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് വാൽവ് ഉണ്ട്? മിട്രാൽ വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വാൽവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും വാൽവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേംബേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത് ഈച്ച് സൈഡ് ഈസ് ഫർദർ. ഫർദർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. വീണ്ടും എഗെയിൻ എന്നുള്ള അർത്ഥം. ഫർദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നുള്ള അർത്ഥം. ഓക്കെ, ഈച്ച് സൈഡ് ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു ദ അപ്പർ ആൻഡ് ലോവർ ചേംബേഴ്സ് ബൈ ദി വാൾസ്. എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹേർട്ടിന്റെ അപ്പർ, നമ്മുടെ ഈ ആദ്യം നമ്മൾ റൈറ്റും ലെഫ്റ്റ് ആയിട്ട് തിരിച്ചുള്ളതിനെ വീണ്ടും അപ്പർ എന്നും ലോവർ എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. ആരാണ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ചേംബേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വാൽവുകളാണ്. ആരാണ്? വാൽവുകളാണ്. ദ അപ്പർ ചേംബേഴ്സ് ആർ കോൾഡ് ഏട്രിയാസ് അല്ലെങ്കിൽ ഓറിക്കിൾസ്. അപ്പർ ചേംബേഴ്സ് നമ്മൾ എന്താ പറയുന്നത്? ഏട്രിയാസ് അല്ലെങ്കിൽ ഓറിക്കിൾസ് എന്നാണ് പറയുന്നത്. ലോവർ ചേംബേഴ്സ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെൻട്രിക്കിൾസ് എന്നാണ് പറയുന്നത്. ലോവർ ചേംബേഴ്സ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെൻട്രിക്കിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഹേർട്ട്, അത് കാരണം തന്നെ ഹേർട്ട് ഹാസ് ഗോട്ട് 4 ചേംബേഴ്സ്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. റൈറ്റ് ഏട്രിയം ഉണ്ട്, പിന്നെന്താണ്? റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. കണ്ടില്ലേ പിക്ചറിൽ? റൈറ്റ് ഏട്രിയം ഉണ്ട്. റൈറ്റ് ഏട്രിയം കണ്ടില്ലേ? റൈറ്റ് വെൻട്രിക്കിൾ കണ്ടില്ലേ? ലെഫ്റ്റ് ഏട്രിയം കണ്ടില്ലേ? ലെഫ്റ്റ് വെൻട്രിക്കിൾ കണ്ടില്ലേ? ഓക്കെ. The two largest veins of the body, namely superior vena cava and inferior vena cava. Superior vena cava, inferior vena cava. Superior vena cava കണ്ടില്ലേ? കണ്ടില്ലേ? കണ്ടു. inferior vena cava കണ്ടില്ലേ? കണ്ടു. inferior vena cava ഉണ്ട്, superior vena cava ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ശരീരത്തിലെ രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് വലിയ വെയിനുകളാണ്, ഞരമ്പുകളാണ്. ഏതൊക്കെ? സുപ്പീരിയർ വീനക്കാവ്യം വരുന്നുണ്ട്, ഇൻഫീരിയർ വീനക്കാവ്യം ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? കളക്ട് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അതാ പറയുന്നത്. ആൻഡ് empty their contents into the right atrium of the heart. എന്നിട്ട് ഇതിന്റെ കണ്ടൻസ് എന്നിട്ട് ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നുണ്ട്? റൈറ്റ് ആട്രിയം ഓഫ് ദി ഹേർട്ടിന്റെ റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഈ സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ വെയിനുകളാണ് അല്ലെ.
ഇതെന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിന്റെ സുപ്പീരിയർ ഭാഗത്തു നിന്നും ഇൻഫീരിയർ ഭാഗത്തു നിന്നും നമ്മുടെ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് എവിടത്തേക്ക് എത്തിക്കുന്നുണ്ട് റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ പിക്ചറിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും അല്ലെ. മുകൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്തുള്ളതാണ് സുപ്പീരിയർ വീനക്കാവി ഇൻഫീരിയർ വീനക്കാവി. ഇത് വലിയ വെയിനുകളാണ് അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് വലിയ വെയിനുകളാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ സുപ്പീരിയർ ഭാഗത്തുനിന്നും ഇൻഫീരിയർ ഭാഗത്തുനിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് ഓക്സിനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് അത് റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? Okay. 2 pairs of pulmonary veins collect the blood from. രണ്ട് പെയർ പൾമണറി വെയിൻസ് 2 പെയർ പൾമണറി വെയിൻസ് കളക്ട് ദ ബ്ലഡ് ഫ്രം 2 lungs and pour their contents into left atrium. അതായത് രണ്ട് പെയർ പൾമണറി വെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് കളക്ട് ദ ബ്ലഡ് ഫ്രം 2 lungs. ലങ്സിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് രണ്ട് പൾമണറി വെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് ബ്ലഡിനെ ലങ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അത് എവിടേക്ക് എത്തിക്കുന്നുണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എവിടേക്ക് എത്തിക്കുന്നുണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ട് പെയർ പൾമണറി വെയിൻസ് ബ്ലഡിനെ ലങ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അതിനെ എവിടേക്ക് എത്തിക്കുന്നുണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? Okay. The pulmonary artery originates from. Pulmonary artery ഇതിൽ കാണാനുണ്ടോ? Pulmonary artery റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഓക്കെ, റൈറ്റ് പൾമണറി ആർട്ടറി ഇതിൽ കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് പൾമണറി ആർട്ടറി ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് വെയിനും ഉണ്ട്. അതാണ് പറയുന്നത് രണ്ട് സെറ്റ് പൾമണറി വെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലങ്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് പെയർ പൾമണറി വെയിൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലങ്സിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് അത് എവിടെ എത്തിക്കുന്നുണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പൾമണറി വെയിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ ആരുടെ കാര്യം പറയുന്നത് പൾമണറി ആർട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. പൾമണറി ആർട്ടറി എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൽ നിന്നാണ്. പൾമണറി ആർട്ടറി എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൽ നിന്നാണ്. റൈറ്റ് വെൻട്രിക്കിൽ കണ്ടില്ലേ, റൈറ്റ് വെൻട്രിക്കിൽ പൾമണറി ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൽ നിന്നാണ്. വിച്ച് ഫർദർ ഡിവൈഡഡ് ഇൻടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ക്യാരിങ് ദ ബ്ലഡ് ടുവാർഡ്സ് ദ ലങ്സ്. ഓക്കെ, അതായത് പൾമണറി ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി പറയാം. pulmonary artery ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ഈ പിക്ചർ കാണുന്നുണ്ടോ? pulmonary artery originating. പൾമണറി ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത് റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ്. റൈറ്റ് വെൻട്രിക്കിൾ കണ്ടില്ലേ നിങ്ങൾ,
റൈറ്റ് വെൻട്രിക്കിൾ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് വിച്ച് ഫർദർ ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ്. ഇതെന്ത് ചെയ്യും? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ആയിട്ട് ഇത് കടന്നു പോകുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ബ്രാഞ്ചസ് ആയിട്ട് ഇത് കടന്നു പോകുന്നുണ്ട്. അത് പറയുന്നത് ദ പൾമണറി ആർട്ടറി ഒറിജിനേറ്റഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് ഫർദർ ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ്. ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് രണ്ടായിട്ട് തിരിഞ്ഞ് ഭാഗികമായിട്ട് രണ്ട് തിരിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? റൈറ്റ് ആൻഡ് ഇതെന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ക്യാരിങ് ദ ബ്ലഡ് ടുവാർഡ്സ് ദ ലങ്സ്. ഇത് എന്നിട്ട് ഈ ബ്ലഡ് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരിങ് ദ ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. കണ്ടോ നിങ്ങള്? കണ്ടില്ലേ? അതായത് നമ്മുടെ പൾമണറി ആർട്ടറി ഇതിൽ ആ മഞ്ഞ പോയിന്റ് കാണുന്നുണ്ട്, മഞ്ഞ വര പോലെ കണ്ണില്ലേ? അതായത് പൾമണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ എന്നാണ് പറഞ്ഞു. റൈറ്റ് വെൻട്രിക്കിൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. പൾമണറി ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഫ്രം ലെഫ്റ്റ് ലങ്ങും റൈറ്റ് ലങ്ങൊക്കെ എഴുതിയത് കണ്ടില്ലേ നിങ്ങള്? അപ്പൊ ഈ പൾമണറി ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് അത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന അയോട്ടയെ കുറിച്ചിട്ടാണ്. അയോട്ട ഈസ് ദ ലാർജസ്റ്റ് ആർട്ടറി. അയോട്ട എന്ന് പറയുന്നത് വലിയൊരു ആർട്ടറിയാണ് അല്ലെ? ഈസ് ദ ലാർജസ്റ്റ് ആർട്ടറി ഒറിജിനേറ്റിംഗ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ കണ്ടില്ലേ നിങ്ങള്? ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? അയോട്ട അല്ലെ? അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. അയോട്ട എന്ന് പറയുന്നത് വലിയൊരു ആർട്ടറിയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് ഫർദർ ഡിവൈഡ് ടു നമ്പർ ഓഫ് ആർട്ടറീസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ആർട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അയോട്ട എന്ന് പറയുന്നത് വലിയൊരു ആർട്ടറിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. ഇത് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് പറയുന്നത് ഫർദർ ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ആർട്ടറീസ്. ഇത് വീണ്ടും വേറെ വേറെ ആർട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആർട്ടറീസ് മാത്രമല്ല ആർട്ടീരിയോൾസ് എന്ന് പറയുന്നുണ്ട്. ആർട്ടറീസും ആർട്ടീരിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ ആർട്ടറീസും ആർട്ടീരിയോൾസും ഒക്കെ ചെയ്യുന്നത്. അതായത് അയോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആർട്ടറിയാണ് അല്ലെ? അയോട്ട എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആർട്ടറിയാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. ഇത് വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്പർ ഓഫ് ആർട്ടറീസും ആർട്ടീരിയോൾസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ആർട്ടറീസും ആർട്ടീരിയോൾസും ഒക്കെ എന്താ ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. The interior of the heart is divided into right and left side. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, the interior of heart is divided into right and left side by a vertical septum is known as dash. Options പറയാം: interauricular septum, interatricular septum, interventricular septum, none of above. Interventricular septum. Interventricular septum. Okay. In heart, the upper chamber are called dash. Options: atrias, ventricles, inferior vena cava, superior vena cava. Atrias. Atrias. Okay. In heart, the lower chambers are called dash.
ഓപ്ഷൻസ് പറയാം. ഇൻഫീരിയർ വീനസ് കാവ, ഏട്രിയാസ്, വെൻട്രിക്കിൾ, സുപ്പീരിയർ വീനസ് കാവ. വെൻട്രിക്കിൾ. ദ ഫുൾ ഫോം ഓഫ് SVC. SVCയുടെ ഫുൾ ഫോം ആണ് പറയുന്നത്. സുപ്പീരിയർ വീനസ് കാവിറ്റി, സുപ്പീരിയർ വീന കാവ, സുപ്പീരിയർ വെൻട്രിക്കുലർ കാവിറ്റി, നൺ ഓഫ് എബവ്. സുപ്പീരിയർ വീന കാവ. Superior vena cava. The full form of IVC. Options പറയാം. Inferior vena cava, inferior ventricular, inferior venous cavity, none of the above. ഇൻഫീരിയർ വീന കാവ. Okay. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇന്ന് അടുത്ത വരെ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. Thank you, ma'am. താങ്ക്സ്. Thank you, ma'am. താങ്ക് യു.